അള്ളാഹു സ്വീകരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? അവരോട് കാര്യം പറഞ്ഞാൽ മതി, ഡയറക്റ്റ് ആയിട്ട് അള്ളാഹിനോട് പറയേണ്ടതില്ല. അതിനെയാണ് അദ്ദേഹം ഗണ്ണിച്ചത്. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. മനുഷ്യന്റെ കണ്ഠനാളത്തേക്കാൾ അള്ളാഹു മനുഷ്യനോടടുത്തവനാണ്. കണ്ടോ, നാം നാം അവനോടടുത്തവനാണ്, മനുഷ്യനോട് അള്ളാഹു പറയാണ്. അടുത്തവനെ പിന്നെ അടുപ്പിക്കേണ്ടതുണ്ടോ? അതാണ് അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം. പിന്നെ ഏറ്റവും അടുത്തവനോട് റെക്കമെൻഡ് വേണോ? മധ്യസ്ഥം വേണം, ഇടയാളം വേണം. ആ ഇടയാളനോട് പറഞ്ഞിട്ട് ഇടയാളൻ റെക്കമെൻഡ് ചെയ്യണമെന്ന് നിങ്ങൾ ഉണ്ടാക്കിയതാണ്. അങ്ങനത്തെ റെക്കമെൻഡ് ഇസ്ലാമിലില്ല. എന്നിട്ട് അമ്പിയാക്കളുടെ പാത ഞാൻ വിവരിക്കാൻ നട്ട് ഇയാൾ എന്താ പറയുന്നതറിയോ? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മക്കൾ വന്നിട്ട് പറയാണ്, യാ അബാന അസ്തഗ്ഫിർ ലനാ, ബാപ്പ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. അപ്പൊ മറ്റൊരാളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടൽ ഒരുതരം റെക്കമെൻഡ് ആണല്ലോ, അല്ലേ? അതിനാർക്കായി ഇവിടെ തർക്കമുള്ളത്? ഞങ്ങൾക്ക് തർക്കമുണ്ടോ? ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നതിന് എതിർക്കുന്നുണ്ടോ? ഈ CD ഇതുപോലെ തന്നെ ഇതിന്റെ കൂടെ തന്നെ അദ്ദേഹം ഇറക്കിയിട്ടുള്ള തവസ്സുൽ എന്ന CD-യിൽ ആ കാര്യം വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗം മാത്രം നിങ്ങൾ കേട്ടോളൂ. അദ്ദേഹം തന്നെ പറയുന്നത്, മറ്റൊരു ഇനം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. നല്ല ആളുകളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുക. ഉദാഹരണം, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മഴയ്ക്ക് ക്ഷാമമുണ്ടായി. ഈ സന്ദർഭത്തിൽ സ്വഹാബത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് വിഷയങ്ങൾ അവതരിപ്പിച്ചു. റസൂലേ, കന്നുകാലികൾ പോലും നശിച്ചു പോകുന്ന അവസ്ഥയിലേക്കാണ് വരൾച്ച നീങ്ങുന്നത്. അതുകൊണ്ട് നിങ്ങൾ മഴയ്ക്ക് വേണ്ടി അള്ളാഹുവോട് തേടണം. എന്താ, അവർക്ക് നേരങ്ങ് തേടിയാൽ പോരെ? അവർക്ക് നേരങ്ങ് പ്രാർത്ഥിച്ചാൽ പോരെ? അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒപ്പം അവരുടെ കൂട്ടത്തിൽ റബ്ബിനോട് ഏറ്റവും അടുത്തത് എന്ന് അവർക്ക് സംശയമില്ലാത്ത മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയും റസൂലുള്ള ദുആ ചെയ്യുകയും അല്പസമയത്തിനുള്ളിൽ കാർമേഘങ്ങൾ ഇരുണ്ടു വരികയും ചെയ്തു. തുടർച്ചയായി മഴ അവർക്ക് ലഭിച്ചു. അപ്പൊ എന്താ, അവരൊക്കെ അവരുടെ ആവശ്യം റബ്ബിനോട് അവർ പറയുന്നതോടൊപ്പം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ട് റസൂലുള്ളയെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നു. അത് തവസ്സുലാണ്. കണ്ടോ, തവസ്സുലിൽ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യം അത്. അള്ളാഹുവിന്റെ നാമവിശേഷങ്ങൾ എടുത്തു പറഞ്ഞ് തവസ്സുൽ ചെയ്യുക, നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. അതുപോലെ സ്വാലിഹായ ഒരാളോട് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് വന്ന് ആവശ്യപ്പെട്ടു. ഇനി സ്വാലിഹ് ആയിക്കൊള്ളണമെന്നില്ല, ഒരു മുഅ്മിന് മറ്റൊരു മുഅ്മിനോട് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെടാം. അതൊരു തരത്തിലുള്ള റെക്കമെൻഡാണ്. പക്ഷെ ആ റെക്കമെൻഡിനെ CP സലീം എതിർത്തിട്ടില്ല, മുജാഹിദുകൾ എതിർത്തിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഇടയാളന്മാരെ കൊണ്ടുള്ള റെക്കമെൻഡ് ഉണ്ടല്ലോ, മമ്പർത്തങ്ങളും ബദരീങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ഇടയാളന്മാരാണ്, മധ്യസ്ഥന്മാരാണ്, മധ്യവർത്തികളാണ്. ഞങ്ങൾ അവരോട് ഇസ്തിഗാസ നടത്തുന്നത്, പേരോടിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങൾ തേടുന്നത്. ഞങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി അവർ ശഫാഅത്ത് ചെയ്ത് നേടിത്തരാൻ വേണ്ടിയാണ്. ആ റെക്കമെൻഡ് ഇസ്ലാമിൽ ഇല്ലാത്തതാണ്. റസൂൽ വഫാത്തായതിനു ശേഷം വരൾച്ചയുണ്ടായല്ലോ. എന്താ സഹാബത്ത് ചെയ്തത്? റസൂലുള്ളാഹിന്റെ ഖബർ അവിടെ ഉണ്ടല്ലോ, ഒന്ന് റെക്കമെൻഡിന് പോയോ പേരോടെ? ഇവിടെ വന്ന് വിശദീകരിക്കേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ അവിടെ ഉണ്ടായിരിക്കെ സഹാബത്ത് എന്താ ചെയ്തത്? റസൂലിന്റെ പിതൃവ്യനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാ ചെയ്തത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സഹാബത്ത് ദുആ ചെയ്യാണ് ചെയ്തത്. അപ്പൊ നിങ്ങൾ പറഞ്ഞ റെക്കമെൻഡ് സഹാബത്തിന് പരിചയമില്ലാത്ത കള്ള റെക്കമെൻഡാണ്. ഞങ്ങൾ ഈ പറയുന്ന പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക എന്ന അർത്ഥത്തിലുള്ള റെക്കമെൻഡ് ഉണ്ടല്ലോ, അതിനാരും എതിർത്തിട്ടില്ല. പക്ഷെ റെക്കമെൻഡ് എന്നൊരു വാക്കുമ്പ പിടിച്ചിട്ട് ഇയാൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എത്ര നേരമാണ് പ്രസംഗിച്ചത് അറിയോ? മയ്യിത്ത് നിസ്കാരത്തെ പറ്റിയും എല്ലാം റെക്കമെൻഡ് വേണ്ടാന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് പേരോട് വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ അയാൾ പറയുന്നുണ്ട്, മുജാഹിദീങ്ങൾക്ക് ദുആ ചെയ്യുന്നതിനോട് വലിയ വിരോധമാണ്. ഞാനിവിടെ കടവത്തൂരിൽ ഒരു പഴയ കൂടലിൽ വന്ന് അങ്ങനെ ആരെ പേരോട് പറയാ, ഞാൻ ദുആ ചെയ്തു, പക്ഷേ അവിടുത്തെ ഒരാൾ കൈവന്തിക്കുന്നില്ല. ആരാ? രാമൻകുട്ടിയും അതുപോലെ തന്നെ കൃഷ്ണക്കുറുപ്പൊന്നും അല്ല, ഒരു മുസ്ലിം പേരുള്ള ആളാ കൈവന്തിക്കാവുന്നത്. അപ്പൊ മുജാഹിദായ ഒരാള് ഇയാളെ കൂട്ട ദുആക്ക് കൈവന്തിച്ചില്ല. അത് വലിയ കുറ്റമായിട്ടാണ് അയാൾ എടുത്തു പറയുന്നത്. അയാൾ അത് പറയുന്ന രംഗം നിങ്ങളൊന്ന് കാണണം. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാ. കടവത്തൂരിൽ ഞാനൊരു വീട്ടിൽ വന്നു. അവിടെ
ആ വീട്ടിൽ വന്ന് ഞാൻ പ്രാർത്ഥിക്കാണ്. കല്യാണ വീടോ അല്ലെങ്കിൽ പുതിയ വീട് നിർമ്മിച്ചിട്ട് അവിടെ ഗൃഹപ്രവേശന ദിവസമോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ അവിടുന്ന് ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യാണ്. ഒരാൾ കൈ താഴ്ത്തി അവിടെ ഇട്ടു. സുബ്ഹാനല്ലാഹ്, ബാലൻ നായർ അല്ല, കുഞ്ഞിരാമക്കുറുപ്പല്ല, മുസ്ലിമിന്റെ പേരുള്ള ഒരാൾ കൈ താഴ്ത്തി അവിടെ ഇട്ടു. അയാൾ ആമീൻ പറഞ്ഞില്ല, അയാൾ ഫാത്തിഹ ഓതിയില്ല. ഞാൻ ചോദിക്കുന്നു, ഈ സമുദായത്തെ നിങ്ങൾ എവിടെയാ എത്തിച്ചത്? ഫാത്തിഹ ഓതുന്നതിന് എവിടെയാ കുഴപ്പം മുസ്ലിമീങ്ങളെ? ഫാത്തിഹ ഓതിയിട്ടുള്ള ദുആക്ക് ഉത്തരമുണ്ടെന്ന് പറഞ്ഞത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ? അത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് അല്ലേ? സാധാരണക്കാരനായ മുസ്ലിമേ, നിങ്ങളെ എവിടേക്കാ നിങ്ങളെ നേതാക്കന്മാർ കൊണ്ടുപോയത്? അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്? അതേ, ഫാത്തിഹയിൽ നിന്നുള്ള 2 അക്ഷരമെങ്കിലും ഓതിയിട്ടുള്ള ദുആക്ക് ഉത്തരമുണ്ട്. ദുആക്ക് ഉത്തരം കിട്ടാനല്ലേ സൂറത്തുൽ ഫാത്തിഹ? ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് അല്ലേ അത്? എന്നിട്ട് പിന്നെയും നിങ്ങൾ നോക്കൂ, എന്നിട്ട് ഞാൻ ആരോടാ ചെയ്തത്? അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ അല്ലാഹുവോടല്ലേ ദുആർന്നത്? ഈ വീട്ടിൽ ബർക്കത്ത് ചെയ്യണം അല്ലാ, ഈ വീട്ടിന് കാവൽ നൽകണം അല്ലാ, ഈ വീട്ടിൽ നിന്ന് മരിച്ചു പോയവർക്ക് പുറത്തു കൊടുക്കണം അല്ലാ, ഈ വീട്ടിന്റെ ആളുകളിൽ നിന്ന് മരിച്ചു പോയവർക്ക് പൊറുക്കണം അല്ലാ എന്ന് ഞാൻ ദുആ ചെയ്യുമ്പോൾ വാശിയോടുകൂടെ കയ്യും താഴ്ത്തിയിട്ട് അവിടെ ഇരുന്നു. അയാൾ പറഞ്ഞു, ഞാൻ എന്തായാലും ആമീൻ പറയൂല. ഞാൻ ചോദിക്കട്ടെ, ഇതെന്തൊരാശയമാ സഹോദര? അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഉദൂനി അസ്തജിബു ലക്കും, എന്നോട് ദുആ ചെയ്തോളൂ, ഞാൻ ഉത്തരം തരും. അല്ലാഹു പറയുന്നു, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ. എന്റെ അടിമ ചോദിച്ചാ പറയൂ നബിയെ, ഞാൻ സമീപസ്ഥനാണ്, ഞാൻ ദുആക്ക് ഉത്തരം കൊടുക്കും. നമ്മൾ എവിടെയും അല്ലാഹുവോട് ദുആ ചെയ്യും, ഇവിടെയും ദുആ ചെയ്തിട്ടാ തുടങ്ങിയത്, അവസാനം ദുആ ചെയ്തിട്ടാ നിർത്തുകയും ചെയ്യാ. സുബ്ഹാനല്ലാഹ്, എന്തേ ഇവർക്ക് ദുആയോട് ഇത്ര വലിയ വിരോധം? ദുആ ചെയ്തുകൂടാ എന്നൊരു വാശി എന്താണ്? ദുആ ചെയ്യുമ്പോൾ ആമീൻ ഉത്തരം ചെയ്യണേ എന്ന് പറഞ്ഞാൽ അതിന് ടാക്സ് കൊടുക്കണോ? അല്ലാഹുവേ ഉത്തരം ചെയ്യണേ എന്ന് പറഞ്ഞാൽ അതിന് ടാക്സ് കൊടുക്കണോ? സുബ്ഹാനല്ലാഹ്, കൂട്ടായുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്ന് പഠിപ്പിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ? എന്തേ റസൂലുള്ളാഹിനെ സ്വീകരിക്കുന്നതിന് എന്തിനാണ് മടി? ഖുർആൻ സ്വീകരിക്കുന്നതിന് എന്തിനാണ് മടി? അപ്പൊ ഖുർആനിലും ഹദീസിലൊക്കെ ഒരേ കൂടുമ്പോൾ ഒരു കൂട്ടദ്വയ പറഞ്ഞിട്ടുണ്ട് എന്നാണ് കേൾവിക്കാർക്ക് തോന്നുക. പച്ച കള്ളമല്ലേ ഇയാൾ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലും അവിടുത്തെ സഹാബത്തുമൊക്കെ പുതിയ പുരയിൽ താമസിക്കുമ്പോ റസൂലുള്ള ദുആ ചെയ്യുകയും സഹാബത്ത് ആമീൻ പറയുകയും ചെയ്ത ഒരൊറ്റ സംഭവം ഹദീസിന്റെ കിതാബിലുണ്ടോ? ഹദീസിന്റെ കിതാബിൽ അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ തെളിയിച്ചു കൊടുത്താൽ മുജാഹിദീങ്ങൾ നിങ്ങളെ എല്ലാ കൂട്ടുദുആക്കും ആമീൻ പറയുമെന്ന് വിചാരിക്കണ്ട. അത് ഞങ്ങൾ എതിർക്കാൻ വേറെയും ഒരു കാരണമുണ്ട്. പുരയിൽ കൂടുന്ന വീട്ടിൽ വന്നിട്ട് മുസ്ലിയാക്കന്മാർ ദ്വാർക്കുന്നത് എന്തിനാണ്? കാശ് കിട്ടാനാണ്. ചിക്കിളി കൊടുത്താലേ ദ്വാർക്കുള്ളൂ, വെറുതെ വന്ന് ദ്വാർക്കൂല. പിന്നെ അള്ളാഹിനോട് ദ്വാർക്കും, അതിനൊപ്പം മൗലിയാക്കന്മാരോടും ദ്വാർക്കും. ഒരു ഫാത്തിഹയും ഒരു ഖുൽ ഹുവല്ലാഹു അഹദും ഒരു ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഒരു ഖുൽ അഊദു ബിറബ്ബിന്നാസും ഓതി വെക്കും. ഓതി വെച്ചിട്ട് പിന്നെ അങ്ങനെ പോസ്റ്റ് ചെയ്യും. ആദം നബിന്റെ ഹളറത്തിലേക്ക്, നോഹ് നബിയുടെ ഹളറത്തിലേക്ക്, അങ്ങനെ പോന്നിട്ട് മുർസലീൻ, പിന്നെ ജിബ്രീൽ വ മീകായിൽ, അങ്ങനെ മലക്കുകളുടെ ഹളറത്തിലേക്ക്, അങ്ങനെ അമ്പിയാക്കളെ കഴിഞ്ഞാൽ പിന്നെ അവന് പേരറിയാവുന്ന എല്ലാ ലൊട്ടിലൊടുക്ക് ഔലിയാക്കന്മാര് ഹളറത്തിലേക്കും പോസ്റ്റ് ചെയ്യും. കടവത്തൂരിന്ന് ദുആ ചെയ്യാണെങ്കിൽ അലിയുൽ കൂഫി ഖദ്ദസല്ലാഹു സിർറഹുന്റെ ഹളറത്തിലേക്ക്, അന്തുറുപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുന്റെ ഹളറത്തിലേക്ക്. ഇങ്ങനെയല്ലേ നിങ്ങളെ ദുആ? അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ? മരിച്ച ആളുകളുടെ ഫാത്തിഹ ഓതിയിട്ട് മരിച്ച ആളുകളെ ഹദറത്തിലേക്ക് പോസ്റ്റ് ചെയ്യാനുള്ള ഒരൊറ്റ ഹദീസിന്റെ കഷ്ണം നാണമുണ്ടെങ്കിൽ പേരോടിനെ കൊണ്ടുവന്ന് ഇവിടെ വയല് പറയിപ്പിച്ചവരും ഈ പടവത്തൂരിന്റെ മണ്ണിൽ വന്ന് പറഞ്ഞു കൊടുക്ക. മുജാഹിദുകാരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സുന്നത്ത് പ്രവർത്തിക്കണം, ബിദ്അത്ത് പഠിക്കണമെന്നാണ് ഞങ്ങൾ അവരെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ 2-3 കാരണം കൊണ്ടാ കൈവന്തിക്കാത്തത്. ഒന്ന്, അങ്ങനെ ഒരു കൂട്ടദ്വാ റസൂലോ സഹാബത്തോ കാണിച്ചു തന്നിട്ടില്ല. പിന്നെ ഇയാൾ ദ്വാരക്കുണ്ടെങ്കിൽ അത് കാശിനുള്ള ദ്വാരായിരിക്കും. പിന്നെ ഇയാൾ ദ്വാരക്കുന്നത് അള്ളാഹിനോട് മാത്രമായിക്കൊള്ളണമെന്നില്ല, വേറെ പലരോടും ദ്വാരക്കും. ഇയാൾ പറയാണ് ഞാൻ അള്ളാഹിനോടല്ലേ ദ്വാരുന്നത്. ആർക്കറിയാം? ഈ സാധാരണക്കാരന് അത് ശ്വാസം പോണിനൊക്കെ കൗമിനറിയോ? അപ്പൊ ഞാൻ അള്ളാഹിനോടല്ലേ ദ്വാരുന്നത്? ആദ്യം പറഞ്ഞു ഞാൻ അള്ളാഹിനോടാ ദ്വാർക്കണത്. നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെ വിശ്വസിക്കും? അള്ളാഹിനോട് ദ്വാർന്നാൽ ഉത്തരം കിട്ടിയെന്നാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാത്തോട് ദ്വാർന്നാൽ കിട്ടുമെന്ന കാര്യം ഉറപ്പാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ എങ്ങനെ നിങ്ങളെ ദ്വാക്ക് നമ്മൾ കയ്യൊന്തിക്ക? കൂലിക്കുള്ള ദ്വായിൽ ഇഖ്ലാസ് ഉണ്ടാകോ? പൈസ കിട്ടാനാ ദ്വാർക്കണത്, അതിന് ഇഖ്ലാസ് ഉണ്ടാകോ?
ഇതുവരെ സ്വഭാവമാണ്. ദുആ സമ്മേളനങ്ങൾ നടത്തുന്നു. എന്തിന്? ആളുകളെ കാശ് പിടുങ്ങാൻ വേണ്ടി. ഉത്തരം കിട്ടുന്ന സാദാത്യങ്ങളും മാരിഫ്യങ്ങളും പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ആളുകളങ്ങനെ പരസ്യം കൊടുത്തിട്ട് ക്ഷണിക്കാണ്. ആരെങ്കിലും ദുആക്ക് പൈസ കൊടുത്താൽ ഓനും ഓന്റെ ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ കൊണ്ട് ഭയങ്കര ദുആ. അപ്പൊ പിന്നെയും കുറെ ആളുകൾ കൊണ്ടുവന്ന് കൊടുക്കും. അതിന്റെ ഒരു സാമ്പിൾ നിങ്ങൾ കണ്ടോളി. അങ്ങനത്തെ ഒരു കൽബിന്റെ ഉടമയാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു 5000 പറയാൻ പറ്റിയോടെ പറഞ്ഞോളി, നമുക്ക് ദ്വാരം കൊടുക്കാലോ. ഒരു 5000 പറയാൻ പറ്റിയോളി പറഞ്ഞോളി, നമ്മൾ ദ്വാരം കൊടുക്കാലോ. വെറുതെ ദ്വാരിക്കൂല, 5000 കൊടുക്കണം. അത് ശൈഖുനാനെ മുമ്പിലിരുത്തിയിട്ട് അതിന്റെ മുരീദ് പറയാണ്. ദിക്ർ ദുആ സമ്മേളനമാണ് നടക്കുന്നത് അല്ലേ? CM വലിയുള്ളാഹിന്റെ നാട്ടിലാണ് നടക്കുന്നത്. അങ്ങനെ ഒരു കുഞ്ഞാമു 5000 കൊടുത്തു. അത് കേട്ടോളി. വയനാട്ട് മേലെ സെട്ടിയാൻ വീട്ടിൽ കുഞ്ഞാമു 5000 രൂപ സംഭാവന. അൽഹംദുലില്ലാ, ഒരാളെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാ കുഞ്ഞാമു എന്ന മാന്യവ്യക്തിയുടെ ഈ സദഖ നീ സ്വീകരിക്കണേ അല്ലാ. കുഞ്ഞാമുവിന്റെ ഹൃദയം ഈ പറഞ്ഞ മഹത്വമുള്ള ഹൃദയമാക്കണേ അല്ലാ. പ്രകാശിക്കുന്ന ഈമാനും തഖ്വയും ആ മാന്യവ്യക്തിക്ക് നൽകണേ അല്ലാ. മരണസമയം വരെ ശൈഖുനാന്റെ തർബിയത്തും തർബിയത്തും ആ മാന്യവ്യക്തിക്ക് നൽകണേ അല്ല. അവർക്കുള്ള സമ്പത്തിലൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ അല്ല. അവരുടെ ഭാര്യ സന്താനങ്ങളെ വിജയികളാക്കണേ അല്ല. മരിച്ചവർക്ക് പൊറുക്കണേ അല്ല. അവർക്കും ബന്ധപ്പെട്ടവർക്കും ദീർഘായുസ് നൽകണേ അല്ല. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അവിടെ അല്ലാത്തോട് ദ്വാരന കാശ് തിരിച്ചു വാങ്ങും. അപ്പൊ അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം ദ്വാരന്നിരിക്കാണ്. ആണ്ട് നേർച്ചയും ദിക്ർ ദുആ സമ്മേളനവും ഇതാണ് നിങ്ങളെ ദുആ. ഇതിൽ നിങ്ങൾക്ക് ഇഖ്ലാസ് ഉണ്ടാവുമോ? 5000 തെരുവോളം കുഞ്ഞാമൂന് നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലോ. ഉസ്താദെ പൈസ ഒന്നും കയ്യിലല്ലോ, ഒന്ന് ദ്വാരക്കണം ഉസ്താദ് പറഞ്ഞാല്. പൈസ എടുക്കണോ? കുറച്ചു നേരം തോന്നുന്നു മതിയോ? ഞാൻ തന്നീനായിട്ടില്ല, കുറച്ചും കൂടി ദ്വാരക്കണം. ഇങ്ങനെ കൂലിക്ക് ദ്വാർപ്പിക്കുന്ന സമ്പ്രദായം അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്നിട്ടുണ്ടോ? ഇത് ഏത് സുന്നത്ത് ജമാഅത്താണോ? ഇത് ഇസ്ലാം പഠിപ്പിച്ചതാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാശ് കൊടുത്ത് സഹാബത്ത് ദുആ ചെയ്യിച്ച ഒരു സംഭവം, അല്ലെങ്കിൽ സഹാബത്തിന് കാശ് കൊടുത്തിട്ട് താബിഈങ്ങൾ ദുആ ചെയ്യിച്ച ഒരു സംഭവം നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കോ? നിങ്ങൾ എല്ലാത്തിനും തെളിവുള്ള കൂട്ടരല്ലേ? തലേക്കറ്റാരിന്ന് തക്ബീർ വിളിച്ചാൽ മതി മുമ്പില് പൊട്ടപ്പോയത്തം വിളിച്ച് പറഞ്ഞിട്ട് ഈ കടവത്തൂരിന്റെ പ്രബുദ്ധമായ മണ്ണിൽ വന്നിട്ട് ഇത്തരത്തിലുള്ള പൊട്ടപ്പോയത്തങ്ങൾ. ഇന്നലെ കടവത്തൂർക്കാർക്ക് ഒരു കുറ്റം, ബാലൻ നായരല്ല കയ്യുമന്തിക്കാതിരുന്നത്, മറ്റേ കുറുപ്പല്ല കയ്യുമന്തിക്കാതിരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ബാലൻ നായരും കുറുപ്പിനെയൊക്കെ പോലെയാണ് കയ്യൊന്തിക്കാത്തോണ്ട്. ഇവന്റെ കള്ളതുവേക്ക് ആമീൻ പറയാത്തോണ്ടേ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. കടവത്തൂരിലെ മുസ്ലിമീങ്ങളെ അല്ലെങ്കിൽ മുജാഹിദ് സുഹൃത്തുക്കളെ ആക്ഷേപിക്കാൻ വേണ്ടി അയാൾ പറഞ്ഞത്. ഞങ്ങൾ പലതും സഹിക്കലുണ്ട്. നിങ്ങളെ നിക്കാഹിന് വന്ന ഞങ്ങൾ ആളുകളൊക്കെ ഉണ്ടാകുക സ്റ്റേജിലിരിക്കണു, നിങ്ങളിങ്ങനെ ഇലാഹദ്റത്തേക്ക് പോസ്റ്റിങ്, ഞങ്ങൾ 4 ആളെ കണ്ട നിങ്ങളെ മുസ്ലിംമാർക്കൊക്കെ ഉയരം കൂടുതലാ. ഇതൊക്കെ സഹിച്ച് ഞങ്ങൾ നിങ്ങളെ നിക്കാഹിന്റെ സദസ്സിലൊക്കെ ഒരുപാട് ഇരുന്നിട്ടുണ്ട്. അതെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആശയത്തിനെതിരായത് ഞങ്ങൾ ചെയ്യൂല. സഹിച്ച് ഞങ്ങൾ ഇരിക്കണോണ്ട് ഞങ്ങളതിനെ അനുകൂലിച്ചു നിങ്ങൾ വിചാരിക്കണ്ട. സുഹൃത്തുക്കളെ, എങ്ങക്കറിയില്ലേ, ലീഗിന്റെ സമ്മേളനം നടക്കുമ്പോൾ ചിലപ്പോ ചില തങ്ങന്മാരൊക്കെ ഇലാഹദറത്തേക്ക് ദുആ പോസ്റ്റ് ചെയ്യും. ലീഗിന്റെ ഉത്തരവാദപ്പെട്ട മുജാഹിദ് പ്രവർത്തകൻ ആശയത്തിൽ നല്ല കണിശക്കാരനാണെങ്കിലും കൈ താത്തിട്ട് അവിടെ ഇരിക്കും. എന്നാ തങ്ങൾ ചോദിക്കും നിങ്ങളെന്തേ പൊന്തിച്ചില്ല? ചോദിക്കൂല. തങ്ങൾക്കറിയാം പൊന്തിക്കാത്ത ചില മുസ്ലിം സമുദായത്തിലുണ്ട്. ചോദിക്കൂല. നമുക്ക് അനുഭവമാണ് സുഹൃത്തുക്കളെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനും വലുതപ്പ ഈ പേരോട് തന്നെ, ആ തങ്ങളെക്കാളും വലുത ഈ പേരോട്. അപ്പൊ അതുകൊണ്ട് ആശയത്തെ അടിയറ വെച്ചുകൊണ്ട് ആളുകൾക്ക് ഒപ്പിച്ചു നിൽക്കുന്ന സമ്പ്രദായം മുജാഹിദുകൾക്കില്ല എന്ന് ഞങ്ങളെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഞങ്ങളെ സാധാരണ പ്രവർത്തകരെ പോലും ഞങ്ങളത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി സുഹൃത്തുക്കളെ, ഈ ദുആ ബിസിനസ്സാക്കി ഇപ്പൊ സലാത്ത് മേളകളാണ് നടക്കുന്നത്. എന്തിനാ ഈ സലാത്ത് മേളകളൊക്കെ? ഈ സലാത്ത് മേളകളൊക്കെ വാസ്തവത്തിൽ ആരെ തൃപ്തിപ്പെടുത്താനാ? ആരെയും തൃപ്തിപ്പെടുത്തല്ല, നല്ല പണം ഉണ്ടാക്കാനാ. സലാത്ത് മേളയിൽ ആരോടാ പ്രാർത്ഥിക്കുന്നത്? കേട്ടോളി നിങ്ങൾ. ഒരു സലാത്ത് മേള അവിടുത്തേക്ക് ഞങ്ങളെ കരത്തുയർത്തിയിരിക്കുന്നു നബിയേ, ഞങ്ങളെ സ്വീകരിക്കണേ റസൂലല്ലാഹ്, ഞങ്ങളെ ഏറ്റെടുക്കണേ നബിയേ. ഇവിടുത്തെ മജ്‌ലിസ് അവിടുത്തേക്കുള്ളതാണ് യാ റസൂലല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ഓരോ വരികളും അവിടുന്ന് ആസ്വദിച്ചിട്ടുണ്ടല്ലോ നബിയേ. ഞങ്ങളെ താഴെയല്ല യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ് വയാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഈ മജ്‌ലിസിൽ പങ്കെടുത്ത ഏതെല്ലാം സഹോദരിമാർ, ഏതെല്ലാം സഹോദരന്മാർ അവിടുത്തെ മഹബ്ബത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടുത്തെ സദസ്സിലേക്ക് നേർച്ചകളും സംഭാവനകളും സ്വർണ്ണാഭരണങ്ങൾ നൽകിയ ഏതെല്ലാം ആരെല്ലാം സ്ത്രീകളുണ്ട്
പറയുമ്പോ അവരോരോരുത്തരും അവിടുന്ന് അറിയാമല്ലോ നബിയെ, അവരെ ഏറ്റെടുക്കണേ റസൂലല്ലാഹ്, വെറുതെയാക്കല്ല നബിയെ, അവരുടെ കൽവിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ അവിടുന്ന് പൂർത്തീകരിച്ചു കൊടുക്കണേ നബിയെ. അതല്ലാതെ അവർക്ക് മോശമായ രൂപത്തിലുള്ള സയ്യിദനായ റസൂലല്ലാഹ് അത്ര രൂപത്തിലുള്ള ഒരു ജീവിതമോ ഒരു വീടോ കുടുംബമോ നീ കൊടുക്കല്ലേ റബ്ബേ. സന്തോഷമുള്ള ജീവിതവും കുടുംബവും മക്കളെയും നീ കൊടുക്കണേ. യാ സയ്യിദനായ റസൂലല്ലാഹ് വയാ ഹബീബല്ലാഹ്. കണ്ടോ ആരോടാ പ്രാർത്ഥിക്കണത്? ഞങ്ങളല്ലാത്തവരോട് തേടലൊന്നുമില്ല, ഞങ്ങൾ മഹാന്മാരെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് അള്ളഹാനോട് തേടിയല്ലാതെ നബിയെ എന്നൊന്നും വിളിച്ച് ഞങ്ങൾ തേർക്കലില്ല. അതൊക്കെ നിങ്ങൾ വഹാബികൾ ആരോപിക്കുന്നതാണ്. കള്ളം പറയാത്ത LCD പ്രൊജക്ടർ പേരോടിന് LCD പ്രൊജക്ടർ കൊണ്ട് സ്ക്രീനും കൊണ്ട് നടക്കണ്ടെന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞ ഒരിയത്തില്ലേ? നിങ്ങൾക്ക് ബേജാറുണ്ടാകുമ്പോ പച്ചയായി കാണിച്ചു തരാണ്. യാ നബി അല്ലാ, നബിയെ നിങ്ങൾ കാണുന്നില്ലേ ഈ സദസ്സിലേക്ക് സ്വർണം നേർച്ചേർന്നവര്, നിങ്ങൾ ഏറ്റെടുക്കണേ നബിയേ, അവരെ കൽബിലുള്ള മോഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് കൊടുക്കണേ നബിയേ. അള്ളാഹുവിന്റെ റസൂലിന് നിങ്ങളെ കൽബിലെ മോഹങ്ങൾ പൂവണിയിക്കാൻ സാധിക്കോ? സഹാബത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങൾ ഏറ്റെടുക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടോ? സുഹൃത്തുക്കളെ, ബർസഖി ലോകത്തുള്ള റസൂല് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണുന്നില്ല. ഈ സലാത്ത് നഗറങ്ങാനും റസൂല് കണ്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സന്തോഷിക്കുകയല്ല ചെയ്യുക. നിങ്ങൾ കണ്ടില്ലേ എന്താണ് ഇബാദത്തിന് മുൻഗാമികൾ നൽകിയ നിർവചനം? അങ്ങേയറ്റത്തെ വിനയത്തിന്റെയും താഴ്മയുടെയും പ്രകടനം. ഇതിനേക്കാളും വലിയൊരു വിനയം താഴ്മയുണ്ടോ? അയാളെ ശബ്ദമിടറുകയാണ്, അയാളെ കണ്ണുകൾ ഇങ്ങനെ നിറയുകയാണ്, അയാളെ ശബ്ദത്തിൽ എന്തൊരു ഭക്തിയാണ്. അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ കൂടി ഇത്ര ഭക്തി ഉണ്ടാവില്ല. അതിനേക്കാളും ഭക്തിയുടെയും വിനയത്തിന്റെയും താഴ്മയുടെയും പ്രകടനം. ഇത് റസൂലുള്ളാഹിക്കുള്ള ഇബാദത്തല്ലേ? ഇതാ ഞങ്ങൾ എതിർക്കുന്നത്. ഇത് എതിർക്കുന്നത് കൊണ്ട് റസൂലുള്ളാഹിനോട് ഞങ്ങൾക്ക് സ്നേഹമില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? എങ്കിൽ നിങ്ങൾക്കത് പറയാം. ഇത് ശുദ്ധ ശിർക്കാണ്. സലാത്ത് മേളകൾ, സലാത്ത് മജ്ലിസുകൾ അത് ഹറാമിന്റെ ചന്തകളാണ്, ശിർക്കിന്റെ ചന്തകളാണ് എന്ന് പറയാൻ ഞങ്ങൾ മാത്രമേ ഈ നാട്ടിലുള്ളൂ. പലരും വോട്ട് വിചാരിച്ചിട്ട് അവിടെ പോയി കൊടുക്കുന്നുണ്ടാകും. ടി.കെ. ഹംസ വന്നിട്ടോ, അങ്ങനെ പലരും വരും അവിടെ. അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. രാഷ്ട്രീയക്കാരങ്ങനെയൊക്കെ പോകും. പക്ഷേ മുജാഹിദുകൾ ഒരിക്കലും തന്നെ അതിനെയൊന്നും അനുകൂലിക്കുകയില്ല. നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ദുആയല്ലേ, നല്ലതല്ലേ? ഞാൻ ഈ വീട്ടിലെ ആളുകൾക്ക് വേണ്ടിയല്ലേ ദുആർന്നത്, അവർക്ക് പുറത്തു കൊടുക്കണം എന്നല്ലേ ദുആർന്നത് എന്നൊക്കെ പേരോട് ചോദിക്കണ്ടല്ലോ. അങ്ങനെ ദുആയല്ലേ എന്നുള്ള നിലയ്ക്ക് ന്യായീകരിക്കാൻ പറ്റൂല. പ്രത്യേക സമയത്തും പ്രത്യേക സ്ഥലത്തും ദുആ ചെയ്യണമെങ്കിൽ റസൂൽ അങ്ങനെ ചെയ്ത തെളിവ് വേണം. അത് ഞാൻ പറയുന്നതല്ല. സമസ്തയുടെ സമസ്തയുടെ വലിയ നേതാവ് അമ്പലക്കടവ് ഫൈസി, അയാളോട് ചോദിച്ച് 2 സലാത്ത് ചെല്ലുണ്ടല്ലോ ഇപ്പൊ നിസ്കാരത്തിന് ശേഷം ചില ആളുകളെ, അതിന്റെ നിയമം എന്താണ് എന്ന് ചോദിച്ചു. അതിന് കൊടുത്ത മറുപടി ഒന്ന് കേട്ടോളി. ഈ നിസ്കാരത്തിന്റെ ദ്വാരന്റെ ശേഷം ഒരു സലാത്ത് ചെല്ലുന്നുണ്ടല്ലോ ഇപ്പോൾ, അത് എന്താണ് അതിന്റെ നിയമം? നമ്മളും ചെറുപ്പത്തിലുള്ള കാലത്ത് അങ്ങനെ സലാത്ത് കണ്ടിട്ടില്ല. ഉള്ളത് പറയാലോ. ഇപ്പോൾ കുറേ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ചില സ്ഥലത്ത് 3 സ്വലാത്ത് ഏൽപ്പിക്കാതെ തുടങ്ങിയത് തോന്നുന്നുണ്ട് അല്ലേ? എന്തായാലും സ്വലാത്ത് നല്ല കാര്യം തർക്കമല്ല. അപ്പോൾ ഏൽപ്പിക്കാർ 3 ആക്കിയപ്പോൾ നമ്മളാൾക്കാർ ചിലപ്പോൾ 10 ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട്. എന്തായാലും സ്വലാത്ത് എപ്പോഴും ചെല്ലാം. പ്രത്യേകിച്ചും നിസ്കാരത്തിന് ശേഷം ദ്വാരന്റെ മുമ്പും സ്വലാത്തല്ല, ശേഷം സ്വലാത്തല്ല. അത് 2ഉം ചെല്ലാം, 3ഉം ചെല്ലാം, 5ഉം ചെല്ലാം, 10ഉം ചെല്ലാം. പക്ഷെ പള്ളിയിൽ നിസ്കരിക്കാൻ മറ്റ് ജമാഅത്തിൽ വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം തശ്വീഷൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അത് ഒരു പ്രധാന വിഷയമാണ്. മാത്രമല്ല ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്ത് 3 സുന്നത്താ വിചാരിച്ച വിദാത്തായി ഒരു ഇസ്ലാമിലെ മസല. അങ്ങനെ ഇപ്പോൾ നിസ്കാരത്തിന്റെ ശേഷം 3 സ്വലാത്ത് ചെല്ലൽ, ദ്വാന്റെ ശേഷം 3 സ്വലാത്ത് ചെല്ലൽ പ്രത്യേകം സുന്നത്താണ് വിശ്വസിച്ചാൽ തെറ്റാണ്, അനാചാരമാണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്. അല്ല വേറെ ബാഹ്യമായ ദോഷവശങ്ങളൊന്നുമല്ലാതെ 3, 5, 10, 200, 1000 സ്വലാത്തൊക്കെ ആർക്കും ചെല്ലാ, സ്വലാത്തിന്റെ പുണ്യം കിട്ടും. ഇതാണ് എൻ്റെ പൊതുവായ സമീപനം. ഒരിക്കൽ ഇവിടുന്ന് നമുക്ക് വിശ്വാസയോഗ്യനായ ഒരാൾ ഒരു പരിപാടിക്ക് പറഞ്ഞു, ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അഭിവന്ദനായ ശംസുലമ ഇ കെ ഉസ്താദ് ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പോകുമ്പോൾ പെരിങ്ങത്തൂർ ആ ഭാഗത്ത് അസ്ർ നിസ്കരിക്കാൻ പള്ളി കയറി. ആ പള്ളി കയറി ദുആ കഴിഞ്ഞിട്ട് 3 സ്വലാത്ത് മാറി ചൊല്ലി. അപ്പോൾ ആളെ വിളിച്ചു നിസ്കാരം കഴിഞ്ഞിട്ട് സ്വലാത്ത് കഴിഞ്ഞിട്ട്, എന്താ സ്വലാത്ത് ചോദിച്ചു. നിനക്ക് എവിടെ നിന്ന് കിട്ടി സ്വലാത്ത് പറ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത സംഭവത്തിന് സാക്ഷിയായ ഒരാളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം അവിടെ സുന്നത്താന്ന് വിചാരിച്ചാൽ തെറ്റാ, ഇല്ലെങ്കിൽ ഓക്കെ, ശല്യമില്ലാത്ത വിധത്തിൽ എപ്പോഴും ചെയ്യാ, സ്വലാത്ത് അല്ല. ഇതാണ് എൻ്റെ സമീപനം. അതന്നെയാ ഞങ്ങളീ സമീപനം. അസമീപന അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിനൊക്കെ എതിർക്കുന്നതും. ഒരു ദ്വാ എതിരല്ല, ദ്വാക്ക് ഞങ്ങൾ എതിരല്ല.
ഒരാൾ ദ്വാ ചെയ്തിട്ട് മറ്റുള്ളവർ ആമീൻ പറയുന്നതിന് ഞങ്ങൾ എതിരല്ല. പക്ഷെ പ്രത്യേക സമയവും സന്ദർഭവും നിശ്ചയിച്ചൊരു ദ്വാ വെച്ചാൽ അത് ബിദ്അത്തായി. സ്വലാത്ത് ചെല്ലൽ നല്ലതാണ്, പക്ഷെ നിസ്കാരത്തിന് ശേഷം 3 സ്വലാത്ത് 5 സ്വലാത്ത് എന്നിങ്ങനെ പറഞ്ഞാൽ അത് ബിദ്അത്താണ്, അനാചാരമാണെന്നാണ് മൂപ്പര് പറഞ്ഞത്. സ്വലാത്തല്ലേ നല്ലതല്ലേ? റസൂലുള്ളാഹിന്റെ സ്വലാത്തിന് വഹാബികൾക്ക് എന്തിനാണ് എതിർപ്പ് എന്ന് ചോദിച്ചിട്ട് സ്വലാത്ത് ചെല്ലാൻ കുത്തിരിക്കാത്ത ഞങ്ങളെ ആക്ഷേപിച്ചിരുന്നില്ലേ നിങ്ങള്? എത്ര ദുആകളാ നിങ്ങളെ ഹോജാക്കന്മാർ തള്ളിക്കളഞ്ഞത്? നവവിയുടെ മിൻഹാജ് എടുത്ത് നോക്ക്. വളു ചെയ്യുമ്പോൾ ഓരോ അവയവം കഴുകുമ്പോഴുമുള്ള ദുആ അയാൾ തള്ളിക്കളഞ്ഞിട്ടില്ലേ? പേരോട് വന്നിട്ട് മറുപടി പറയണം. ഹദത്ത് ദുആ അല്ല, ഈ അവയവങ്ങൾ കഴുകുമ്പോഴുള്ള ദുആയെ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് നവവി അതാ മിൻഹാജിൽ പറയുന്നു. എന്താ അവയവങ്ങൾ കഴുകുമ്പോൾ ദുആ? നല്ല 24 കാറ്റഗറി ആണ്. കൈ കഴുകുമ്പോ അല്ലാഹുമ്മ ഹഫള് യദയ്യ മിൻ മആസീക കുല്ലിഹാ, പടച്ചവനെ നിനക്കെതിരെ പ്രവർത്തിക്കുന്നു എന്റെ 2 കൈയിനെയും സൂക്ഷിക്കണേ. പിന്നെ വായ കൊപ്പിളിക്കുമ്പോ അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വ ശുക്രിക, നിന്നെ ഓർക്കാനും നിനക്ക് നന്ദി ചെയ്യാനും നീ എന്നെ സഹായിക്കണേ. മൂക്കിൽ വെള്ളം കയറ്റുമ്പോ അല്ലാഹുമ്മ റിഹ്നി റായിഹത്തൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ പരിമളം എനിക്ക് അനുഭവിപ്പിക്കണേ, വാസനിപ്പിക്കണേ. മുഖം കഴുകുമ്പോ അല്ലാഹുമ്മ ബയ്യിദ് വജ്ഹി യൗമ തബിയല്ലു വുജൂഹും വ തസ്വദ്ദു വുജൂഹ്, ചില മുഖങ്ങൾ വെളുക്കുകയും ചില മുഖങ്ങൾ കറുക്കുകയും ചെയ്യുന്ന പരലോകത്ത് എന്റെ മുഖത്തെ നീ വെളുപ്പിക്കണേ. പിന്നെ വലത് കൈ മുട്ടുൾപ്പെടെ കഴുകുമ്പോ അല്ലാഹുമ്മ അഅ്തിനി കിതാബി ഫീ യമീനി, അല്ലാഹുവേ എന്റെ നന്മ തിന്മകളുടെ രേഖ എന്റെ വലത് കൈയിൽ തരണേ. വഹാസിബിനി ഹിസാബൻ യസീറാ, എന്നെ ലഘുവായി വിചാരണ ചെയ്യണേ. സത്യവിശ്വാസികളെ ലഘുവായി വിചാരണ ചെയ്യും, അവർ രേഖ വലത് കൈയിലാണ് കിട്ടുക. അതുപോലെ സത്യവിശ്വാസികളുടെ മുഖം പരലോകത്ത് പ്രസന്നമായിരിക്കും, അതിനൊപ്പിച്ചുണ്ടാക്കിയതാ. ഇടത്തെ കൈ കഴുകുമ്പോ അല്ലാഹുമ്മ ലാ തുഅ്തിനി കിതാബി മിൻ ശിമാലി വലാ മിൻ വറാഇ ലഹ്രി, എന്റെ രേഖ എന്റെ ഇടത് കൈയിൽ തരല്ലേ, പിൻഭാഗത്തു കൂടെ തരല്ലേ. അപ്പൊ ഇടത് കൈയിലൂടെ രേഖ കൊടുക്കുന്ന ആർക്കാ? കാഫിറിനായിരിക്കും. കണ്ടോ? അപ്പൊ ഇതൊക്കെ ഒപ്പിച്ചുണ്ടാക്കിയതാ. തല തടവുമ്പോ അല്ലാഹുമ്മ ഹർരിം ശഅരി വബശരി അലന്നാർ, എന്റെ മുടിക്കും എന്റെ തൊലിക്കും നീ നരകത്തെ ഹറാമാക്കണേ. പിന്നെ കാല് കഴുകുമ്പോ ചെവി തടവുമ്പോ അല്ലാഹുമ്മ ജഅൽനി മിനല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സന, എല്ലാ നല്ല വാക്കുകളും ശ്രദ്ധിച്ചു കേട്ട് അതിൽ ഏറ്റവും ഉത്തമമായതിനെ പിൻപറ്റുന്നവരെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ. പിന്നെ കാല് കഴുകുമ്പോ അല്ലാഹുമ്മ സബ്ബിത് ഖദമി അല സിറാത്ത്, എന്റെ കാലുകളെ നീ സിറാത്ത് പാലത്തിൽ ഉറപ്പിച്ചു നിർത്തണേ. യൗമ തസില്ലു ഫീഹിൽ അഖ്ദാം, കാലുകൾ ഇടറിപ്പോകുന്ന ദിനം. 22 അല്ല 24 കാരറ്റാ. പക്ഷേ തള്ളിക്കളഞ്ഞത് ആരാ? മുജാഹിദുകളല്ല. അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫ് നവവി എന്ന ഹോജ, അയാൾ പറയാണ് ഹദത്ത് ദുആ അൽ-അളായി, അവയവങ്ങൾ കഴുകുമ്പോൾ ദുആയെ ഞാൻ തട്ടിയിരിക്കുന്നു, ഒഴിവാക്കിയിരിക്കുന്നു, ഉപേക്ഷിച്ചിരിക്കുന്നു, വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. ദുആ ഒഴിവാക്കി, നല്ലൊരു ദുആ. ആരാ ഒഴിവാക്കിയത്? ഞങ്ങളല്ല. എന്താ കാരണം പറഞ്ഞത്? അത് കിതാബിലില്ലാത്തോണ്ടാ. കിതാബിലുള്ളോണ്ടല്ല ഞാൻ പഠിച്ചത്. ഒരൊറ്റ ദിവസം പോലും സുന്നിയായോ സുന്നി മുസ്ലിയാരായോ പള്ളി ദർശിലോ പോകാത്ത ഒരാളാ ഞാൻ. വിമർശിക്കാൻ വേണ്ടി പഠിച്ചതാ. അങ്ങനെ കള്ളത് വേണ്ടുന്നിട്ട് മുഗനി എന്ന കിതാബിലതാ, മിൻഹാജിന്റെ ശറഹ് ഖതീബ് തിബിരിസി. മനസ്സിലായില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, വ്യക്തമായി തന്നെ അതിൽ പറഞ്ഞിരിക്കുകയാണ് ഈ ദുആ. എന്നിട്ടോ ഇതിലാ അസ്ലലഹു, കിതാബിൽ വലത്തുന്നിടത്ത് കയറ്റിയ കിതാബിലില്ല എന്നല്ല, അതിന് അടിസ്ഥാനമില്ല. അസ്ലില്ല എന്ന് പറഞ്ഞ ഫീ കുതുബിൽ ഹദീസ്, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അതിന് തെളിവില്ല. അപ്പൊ സ്വഹീഹായ ഹദീസിൽ വന്ന ദുആ മാത്രമേ പ്രത്യേക സമയത്തിലും സന്ദർഭത്തിലും ചെല്ലാൻ പാടുള്ളൂ. സ്വലാത്ത് നല്ല തന്നെയാണ്. റോഡ് മുടിച്ചെടുക്കുമ്പോൾ 2 സ്വലാത്ത് സുന്നത്ത് ബിദഅത്തായി, ബസ് കയറുമ്പോൾ 3 സ്വലാത്ത് സുന്നത്ത് ബിദഅത്തായി, തെങ്ങുമ്മ കയറുമ്പോൾ 5 സ്വലാത്ത്, പുഴ മുടിച്ചെടുക്കുമ്പോൾ 4 സ്വലാത്ത്, ഇങ്ങനെയൊക്കെ ഓരോരുത്തരും ഉണ്ടാക്കിയാൽ അത് ബിദഅത്താണ്. അതാണ് ഇവിടെ അമ്പലക്കടവ് ഫൈസി പറഞ്ഞത്. അതാണ് നിങ്ങളെ ഉസൂലും ഞങ്ങളെ ഉസൂലും. നിങ്ങൾ ഉസൂലെന്ന് തെറ്റി നാട്ടുകാർക്ക് വേണ്ടി അട്ടിമറിച്ചു, ഞങ്ങൾ ആ ഉസൂലിൽ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ടാണ് ഒരേ കൂടലൊരു പ്രത്യേക ദുആ അല്ലാഹുവിന്റെ റസൂലോ അവിടുത്തെ സഹാബത്തോ കാണിച്ചു തരാത്തോണ്ടാണ് മുജാഹിദുകാരൻ കൈയൊന്നിക്കാത്തത്. അതിന് ഇവിടെ വന്നിട്ട് മുജാഹിദുകൾ അധിക്ഷേപിച്ചിട്ട് കാര്യമില്ല എന്നാണ് പേരോടിനോട് എനിക്ക് പറയാനുള്ളത്. ഇനി ഇയാൾ പറയാണ് റെക്കമെൻഡ് വേണ്ട എന്ന് പറയുന്ന മുജാഹിദ് അതാ മയ്യിത്ത് നിസ്കരിക്കുന്നു. നിങ്ങൾക്ക് എന്തിനാ മയ്യിത്ത് നിസ്കാരം? റെക്കമെൻഡ് വേണ്ട എന്നല്ലേ പറഞ്ഞത്? അപ്പൊ മയ്യത്തിന് വേണ്ടി നിസ്കാരം റെക്കമെൻഡ് അല്ലേ? നോക്കണം, നിങ്ങൾ പറയുന്ന അല്ല തട്ടിപ്പ് നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചോളെ. റെക്കമെൻഡ് വേണ്ടാന്നല്ലേ മൗലൈമാര് CD ഇറക്കിയത്? ഞാൻ ചോദിക്കട്ടെ, മരിച്ച മയ്യത്തും വെച്ചിട്ട് ഈ മയ്യത്തിന്റെ പേരിൽ അല്ലാഹു അക്ബർ എന്ന ദിക്ർ അല്ലേ മയ്യിത്ത് നിസ്കാരം? മരിച്ച മയ്യത്തിന്റെ പേരിൽ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയുന്ന മൗലവി
മരിച്ച മയ്യത്തും വെച്ചിട്ട് മയ്യത്തിന്റെ പേരിൽ അതാ നിസ്കാരം. ഒന്നാമത്തെ പരിപാടി അല്ലാഹു അക്ബർ എന്ന ദിക്ർ, അടുത്ത പരിപാടി അൽ ഫാത്തിഹ, മയ്യത്തിന്റെ പേരിൽ ഒരു ഫാത്തിഹ. കണ്ടോ, മരിച്ച മയ്യത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയുന്ന മൗലവി ആരാ അങ്ങനെ പറഞ്ഞത്? മയ്യത്തിന്റെ പേരിൽ എന്തൊക്കെ ചെയ്യണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സഹാബത്തും കാണിച്ചു തന്നിട്ടുണ്ടോ? അതിലേതെങ്കിലും ഞങ്ങൾ ചെയ്യാത്തതുണ്ടെങ്കിൽ അത് തെളിയിക്കണം കടവത്തൂരിൽ വന്നിട്ട്. ഞാൻ വെല്ലുവിളിക്കുന്നു. മയ്യത്തിന്റെ പേരിൽ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിരുന്ന മൗലവിമാര് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ചെയ്യുന്ന ബിദ്അത്തുകള് അത് ഞങ്ങൾ മാത്രം പറഞ്ഞതല്ല, നിങ്ങളെ ഹോജാക്കന്മാര് പറഞ്ഞതാണ്. നിങ്ങൾ മരിച്ചാൽ അപ്പ പോകും പള്ളിയിൽ ഒരാള് മുസ്ലിയാരെ കൂട്ടിക്കൊണ്ടുവരാൻ. എന്തിന്? മരിച്ചവന്റെ തലക്കും പുറത്തിരുന്നിട്ട് യാസീനോദാൻ. ഇസ്ലാമിലുണ്ടോ അങ്ങനെ ഏർപ്പാട്? അങ്ങനെ ഏർപ്പാട് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ? സ്വഹീഹായ ഒറ്റ ഹദീസിലും വന്നിട്ടില്ല. ഇഖ്റഊ ഇൻദ മൗതാകും യാസീൻ, നിങ്ങൾ മരിച്ചവരുടെ അടുത്ത് യാസീനോദനെന്ന് ഹദീസില്ല മൗലവി എന്ന് ചോദിക്കും. ഹദീസുണ്ട്, പക്ഷെ ഹദീസ് ലഈഫാ. അത് ലഈഫാ, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊക്കെ നിങ്ങൾ ലഈഫാ എന്ന് പറയുന്നതാണ് ഒറ്റയടിക്ക് മുസ്ലിയാരുട്ടികൾ പറയാം. എന്നാ കേട്ടോ, നിങ്ങളെ നവവി തന്നെ പറയുന്നു അല്ലദ്കാർ എന്ന കിതാബിൽ. ഖുൽതു, ഞാൻ പറയട്ടെ, ഇസ്നാദുഹു ലഈഫുൻ, ഈ പറഞ്ഞ ഹദീസിന്റെ സനദ് ദുർബലമാണ്. ഫീഹി മജ്ഹൂലാനി, അതിലറിയപ്പെടാത്ത രണ്ടാളുകളുണ്ട്. പിന്നെ ഇവർ ഉദ്ധരിക്കുന്നുണ്ട്, അതിന്റെ ചോട്ടിൽ വായിക്കണം മൗലവി. അതെന്താ നിങ്ങൾ വിട്ടത്? എന്താ ചോട്ടിലുള്ളത്? റവബ്നു അബീ ദാവൂദിൻ മുജാലിദിൻ അനി ശഅബി ഖാല, ശഅബിയിൽ നിന്നും മുജാലിദ് നബി അബൂ ദാവൂദ് ഉദ്ധരിച്ചിരിക്കുന്നു. കാനത്തിൽ അൻസാർ ഇദാ ഹലറു ഖറഉ ഇൻദൽ മയ്യിത്തി സൂറത്തുൽ ബഖറ, അൻസാറുകളുടെ അടുത്തൊരു മരിച്ച മയ്യത്ത് വന്നാൽ അവര് ആ മയ്യത്തിന്റെ അടുത്ത് സൂറത്തുൽ ബഖറ ഓതിയിരുന്നു. എന്താ ഇപ്പൊ തെളിവ് വേണ്ടത്? പക്ഷെ അതിന്റെ അപ്പുറത്തൊരു വാക്കും കൂടി ഉണ്ട്. എന്താ അറിയോ? മുജാലിദുൽ ലഈഫുൻ. ഇതിന്റെ സനദിലുള്ള മുജാലിദ് ദുർബലനാകുന്നു. അപ്പൊ ഒരു അസറും ഒരു ഹദീസും ദുർബലമാണെന്ന് പറഞ്ഞിട്ട് നവവി അതിനെ തട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇബ്നു ഹജർ അസ്ഖലാനിയോ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഹാദാ ഹദീസുൽ ലഈഫുൽ ഇസ്നാദ്, ഈ ഹദീസിന്റെ പരമ്പര ദുർബലമാണ്. വലാ യസിഹു ഫിൽ ബാബി ഹദീസ്, ഈ വിഷയത്തിൽ ഒരൊറ്റ ഹദീസും സഹിഹായി വന്നിട്ടില്ല. എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഇമാം എന്ന് നിങ്ങൾ കൊട്ടിഘോഷിക്കുന്ന, ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം എന്താ പറഞ്ഞത്? ഇങ്ങനെ മയ്യത്തിന് വേണ്ടിയിട്ട്, മയ്യത്തിന് കൂലി കിട്ടാൻ വേണ്ടിയിട്ട് ഖുർആൻ ഓതിയിട്ട് ഇതിന്റെ കൂലി മയ്യത്തിന് കൊടുക്കണേ എന്ന് ഹദിയ ചെയ്യുന്ന സമ്പ്രദായം ഉണ്ടല്ലോ. അങ്ങനെ ഹദിയ ചെയ്താൽ, പാർസൽ അയച്ചാൽ ആ കൂലി മയ്യത്തിന് എത്തുകയില്ല എന്ന് വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ എന്ന ഷാഫി മദ്ഹബുകാരൻ അതാ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് അള്ളാഹുവാണ് ഇമാം ഷാഫിയുടെ തെളിവ്. കണ്ടോ, ഒരു മനുഷ്യൻ അവൻ സമ്പാദിച്ചത് മാത്രമേ ഉണ്ടാകുള്ളൂ. മരിച്ചാൾ മരിക്കണേനും ഓതിയിട്ടെങ്കിൽ കൂലി കിട്ടുന്നല്ലാതെ വേറൊരുത്തനെ ഓതിച്ചതിന്റെ കൂലി മരിച്ചവന് കൊടുക്കുന്നുണ്ടാ കിട്ടൂല. പിന്നെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ 3 കാര്യം ബാക്കിയാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലും ഇത് പെടുകയില്ലെന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തെളിവ്. എന്നിട്ട് നിങ്ങളെ മദ്ഹബിന് പോലും എതിരായിട്ടല്ലേ നിങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ മരിച്ച മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതിയിട്ട് എന്നിട്ട് പേരോട് ഗവേഷണം നടത്തുകയാണ്. ഇതാ ഹലർത്തുമിൽ മരീള ബിൽ മയ്യത ഫഖൂലു ഖൈറാ, മയ്യത്തിനടുത്ത് രോഗിയെടുത്തുകൾ ഖൈറായത് പറയണം. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചെല്ലാനും തെളിവ് തന്നെ, മരിച്ചോർത്ത് യാസീൻ ഓതാനും തെളിവ് തന്നെ. ഇയാൾ മുജ്തഹിദാണോ? പേരോട് സഖാഫി എന്നാ മുജ്തഹിദായത്? മുജ്തഹിദായ ഏതെങ്കിലും ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാര് ആരെങ്കിലും ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചെല്ലണമെന്നോ അല്ലെങ്കിൽ ഖബറിന്റെ മരിച്ച വീട്ടിൽ യാസീൻ ഓതണമെന്നോ പറഞ്ഞിട്ടുണ്ടോ? ഹദീസ് മുമ്പിൽ വെച്ച് ഗവേഷണം നടത്താൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? നിങ്ങൾ മുജ്തഹിദാണോ? മുജ്തഹിദ് എന്ന ഖുർആനും ഹദീസും മുമ്പിൽ വെച്ച് ഗവേഷണം നടത്തുന്ന ആള്. ഇവർ പറഞ്ഞെന്താ? ഞങ്ങൾ മുഖല്ലിദീങ്ങളാണ് എന്ന് പറഞ്ഞ മദ്ഹബിന്റെ കിതാബിലുള്ളത് ചങ്ക് തൊടാതെ വിഴുങ്ങുന്നവരാണെന്നാ പറഞ്ഞത്. ഇതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതുപോലെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചെല്ലുന്നതിനെ സംബന്ധിച്ച് കാന അസ്ഹാബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യക്റഊന റഫഅ സൗതി ഇൻദൽ ജനായിസ്, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ശബ്ദമുയർത്തുന്നതിനെ സഹാബത്ത് വെറുത്തിരുന്നു. നബവി അതാ പറയുന്നു അൽ-മർക്കാറില്, ശരിയായിട്ടുള്ളതും അതുപോലെ മദ്ഹബിലെ പ്രബലമായതും സഹീഹായ സലഫുകൾ ചെയ്തിട്ടുള്ളത്, സഹാബികളൊക്കെ ചെയ്തിട്ടുള്ളത് എന്താണ്? അസ്സുകൂത്ത് ഫി ഹാലി സൈരി വഅൽ ജനാസ, ജനാസയുടെ കൂടെ നടക്കുമ്പോൾ മൗനം പാലിക്കലാണ്. ഖുർആൻ പാരായണമോ ദിക്റോ ഒന്നും തന്നെ പാടില്ല. മയ്യത്തിനെ കുറിച്ചും മയ്യത്ത് ചെന്നു ചേരാൻ പോകുന്ന ബർസഖിനെ പറ്റിയും പരലോകത്തെ പറ്റിയുമൊക്കെ ചിന്തിച്ചുകൊണ്ട് പോകലാണ് വേണ്ടത്. അതാണ് ഹക്ക്. അതിനെ എതിർക്കുന്നവൻ ഭൂരിഭാഗം ഉണ്ടെങ്കിലും നീ അതിൽ വഞ്ചിതരാകണ്ട എന്നാണ് നബവി അദ്ദേഹത്തിന്റെ അധികാരിൽ പറഞ്ഞത്. അതിനെ ഞങ്ങൾ എതിർക്കുന്നു.
മനസ്സിലായില്ലേ? മരിച്ച മയ്യത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പലതും ബിദഅത്താണ്. അതുപോലെ മയ്യത്ത് കൊണ്ടുപോയിട്ട് ഖബറിലെ ചോദ്യത്തിന് നേരെ നിന്ന് മറുപടി ട്യൂഷൻ എടുത്തു കൊടുക്കുന്ന, മുങ്കർ നക്കീറിന്റെ ചോദ്യം ചോർത്തി കൊടുക്കുന്ന ഏർപ്പാട്, അത് ബിദഅത്താണെന്ന് ഞങ്ങൾ പറയുന്നു. ഞങ്ങൾ മാത്രല്ല, നിങ്ങളെ കിതാബുകളും പറഞ്ഞിട്ടുണ്ട്. വഖദാ അത്തൽഖീനു, തസ്ബീത്ത് പോലെ തന്നെയാണ് തൽഖീൻ എന്ന് പറഞ്ഞിട്ട് പറയാണ് വഇൻ കാന ബിദ്അത്തൻ, അത് ബിദ്അത്താണെങ്കിലും പുത്തൻ ആചാരാണ്, എന്നാലും നിങ്ങൾ എടുത്തോളി എന്നാ പറഞ്ഞിരിക്കുന്നത്. സുന്നത്താണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. വയുഗ്നി അനി തൽഖീനി അദ്ദുആഉ ബിതസ്ബീതി, ഈ പറയുന്ന തൽഖീൻ സുന്നത്താണെന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും തസ്ബീത്ത് കൊണ്ട് മതിയാക്കാവുന്നതാണെന്ന് നിങ്ങളെ പള്ളിവർസിൽ ഓതുന്ന കിതാബുകളിലില്ലേ? അതിനെയാ ഞങ്ങൾ എതിർത്തത്. പിന്നെ സുഹൃത്തുക്കളെ, മരിച്ച വീട്ടിൽ അന്ന് തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോഴൊരു ദ്വാരപ്പിക്കല് 70,000 ദിക്ർ. ഞാൻ ചോദിക്കട്ടെ, 10-15 കൊല്ലം മുമ്പ് ഈ പരിസരത്ത് എവിടെയെങ്കിലും ഒരാൾ മരിച്ച 70,000 ദിക്ർ പറഞ്ഞിരുന്നോ? ഇപ്പൊ നിങ്ങൾക്ക് പുതിയ നബി വന്നോ? പുതിയ ഹദീസ് കിട്ടിയോ? എവിടുന്ന് കിട്ടിയ 70,000 ദിക്ർ? എന്നിട്ട് മോല്യാരങ്ങ് കോൺട്രാക്ട് എടുക്കുക, മരിച്ചതിന്റെ പിറ്റേന്ന് എവിടുക്കാൻ പോണ്? ദ്വാരക്കൽ പോവുക, ദ്വാരപ്പിക്കാൻ പോവാണ്. എന്നിട്ടോ നല്ല നല്ല ഷാപ്പാണാണ് അവിടെ. ദ്വാരക്കാൻ ചെല്ലുന്നവർക്കും ദ്വാരപ്പിക്കാൻ ചെല്ലുന്നവർക്കും ഷാപ്പാണ്. മുസ്ലിയാർ ഇങ്ങോട്ട് കോൺട്രാക്ട് എടുക്കുക, എന്നിട്ട് വരുന്നവർക്കൊക്കെ 1000-2000 തന്നെ വീതിച്ചു കൊടുത്തിട്ട് കയ്യിലാക്കുക. എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ഒരൊറ്റ ഹദീസ്, ഒരൊറ്റ ഫുഖഹാക്കളുടെ, ഷാഫി ഫുഖഹാക്കളുടെ ഇബാറത്ത് ഈ 70,000 ദിക്ർ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കോ? എന്നിട്ട് അവിടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. ആ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിനെ കുറിച്ച് എന്താണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്? മയ്യത്തിന്റെ കുടുംബങ്ങൾക്കും അയൽവാസികൾക്കുമൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്നത് മരിച്ച അന്ന് രാത്രിയും പകലും വയറ് നിറയെ ആ വീട്ടിലേക്ക് അങ്ങോട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്നാണ്. അതാണ് നബിചര്യ. നമ്മുടെ മുൻഗാമികൾ ചെയ്തതും വരാൻ പോകുന്നവർ ചെയ്യേണ്ടതും അതാണെന്ന് ഷാഫി ഇമാം അദ്ദേഹത്തിന്റെ അല്ലുമ്മിൽ പറഞ്ഞിട്ടില്ലേ? എന്ന് മാത്രല്ല, ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ തുഹഫയിൽ എന്താ പറഞ്ഞത്? ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ അദ്ദേഹം പറയാം, അദ്ദേഹത്തിന്റെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇന്ന് നടന്നു വരുന്ന സമ്പ്രദായം മയ്യത്തിന്റെ വീട്ടുകാർ ഭക്ഷണം ഉണ്ടാക്കുക, എന്നിട്ട് അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. ഇപ്പൊ കത്തടിച്ചിട്ടാ ക്ഷണിക്കണേ, ഞങ്ങളെ ഉപ്പ മരിച്ചിട്ട് ഇന്ന ദിവസം ഭക്ഷണത്തിന് നിങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ട്. കൈജാബത്തിഹിം ലിദാലിക, ആ ഭക്ഷണം ഉണ്ടാക്കൽ ബിദ്അത്തായ പോലെ അതിന് ക്ഷണിച്ചാൽ പോകലും അതുപോലെ തന്നെയാണ്. ഓൻ നമ്മളെ പാർട്ടിക്കാരനല്ലേ, ഓന്റെ വോട്ട് കിട്ടണ്ടേ എന്ന് വിചാരിച്ച് പോകാൻ പാടില്ല. ഓൻ നമ്മളെ അളിയനല്ലേ, നമ്മളെ പെങ്ങളെ കൊണ്ടുപോയ വീടല്ലേ, പാടില്ല. പാടില്ല എന്നാ പറയുന്നത്, നിങ്ങളെ കിതാബിലാ പറയുന്നത്. ലിമാ സഹാൻ ജരീർ ബിൻ അബ്ദില്ലാ, കാരണം ജരീർ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഹദീസ് സഹിയായി വന്നിട്ടുണ്ട്. കുന്നാ നഅുദുൽ ഇജ്തിമാഇ ഇലാഹിൽ മയ്യിതി വസന്നത തആമി ബഅദ ദഫനിഹി മിനൻ നിയാഹ, കൂട്ടക്കരച്ചിലിന് ആളെ വിളിക്കുകയും അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുകയും ചെയ്യുന്ന സമ്പ്രദായം ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നു. ആ വിരോധിക്കപ്പെട്ട ഭക്ഷണത്തിലാണ് മയ്യത്തിന്റെ വീട്ടില് മയ്യത്ത് മറമാടിയതിനു ശേഷം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന ഏർപ്പാടിനെ സഹാബികളായ ഞങ്ങൾ കണക്കാക്കിയിരുന്നത്. ആരാ പറഞ്ഞത്? തുഹഫയിലാ പറഞ്ഞത്. ഇബ്നു ഹജർ ഹൈതമിയാ പറഞ്ഞത്. നിങ്ങളെ മദ്ഹബ് പോലും വിട്ടിട്ടല്ലേ ഈ മരണച്ചോറ് തിന്നാൻ വേണ്ടി തലയെക്കെട്ട് കെട്ടി നിങ്ങൾ പോകുന്നത്? 3, 7, 14, 40 എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ഈ അടിയന്തരങ്ങൾ? ഈ മരണച്ചോറ് 4 മദ്ഹബിലും ബിദ്അത്താണെന്നല്ലേ നിങ്ങൾ യാനത്ത് താലിബിയിൽ പറഞ്ഞിട്ടുള്ളത്? ഇതിനെയാ ഞങ്ങൾ എതിർത്തത്. അങ്ങനെ നിങ്ങൾ ചോറുണ്ടാക്കി കൊടുത്താൽ അതുകൊണ്ട് മരിച്ചവർക്ക് ഉപകാരം കിട്ടുകയില്ല, കിട്ടുമെന്നതിന് തെളിവില്ല. സ്വഹാബികൾ കാണിച്ചു തന്നിട്ടില്ല, റസൂല് കാണിച്ചു തന്നിട്ടില്ല, അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ നടപടിക്രമവും അല്ല. അതിനാ ഞങ്ങൾ പറഞ്ഞത്. അല്ലാതെ മരിച്ച മയ്യത്തിനോട് ഒന്നും ചെയ്യണ്ട ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കുളിപ്പിക്കുന്നില്ലേ, ഞങ്ങൾ കഫൻ ചെയ്യുന്നില്ലേ, ഞങ്ങൾ മയ്യത്ത് ചുവന്ന് കൊണ്ടുപോകുന്നില്ലേ, ഖബറിൽ ഇറക്കി വെക്കുന്നില്ലേ, അതിന്റെ തസ്ബീത്ത് ചെല്ലുന്നില്ലേ, മരിച്ച വീട്ടിൽ അന്നും പിറ്റേന്നും 2 ദിവസം പോയി സമാധാനിപ്പിക്കുന്നില്ലേ? അതൊക്കെ ഞങ്ങൾ ചെയ്യുന്നതല്ലേ. മയ്യത്തിന് വേണ്ടി ഞങ്ങൾ മയ്യത്ത് നിസ്കരിക്കുന്നില്ലേ, ദുആ ചെയ്യുന്നില്ലേ, മരിച്ച വീട്ടുകാർക്ക് വേണ്ടി സമാധാനം ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? പക്ഷേ ബിദ്അത്തുകളൊന്നും ഞങ്ങൾ ചെയ്യൂല. എന്നിട്ട് പറയാണ് മരിച്ച ആൾക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറയുന്നു. പച്ചക്കള്ളം. ഈ പ്രബുദ്ധമായ കടവത്തൂരിന്റെ മണ്ണിൽ വന്നിട്ട് ഒരു മുസ്ലിയാര് തട്ടിവിട്ടിട്ട് അതിന് തക്ബീർ ചെല്ലാൻ കുറെ ചോറ്റുവട്ടാളവും, അതൊന്നും ഈ നാട്ടിൽ വിജയിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. എന്നിട്ട് പറയാണ് മരിച്ച മയ്യത്തിനോട് ഒന്നും ചെയ്യണ്ട എന്ന് പറയുന്ന മൗലവിമാര്. എന്തിനാ ഞങ്ങൾ നിസ്കരിക്കണേ? എന്നിട്ട് മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞാല് മയ്യത്തിന്റെ പേരിലൊരു അൽഫാത്തിഹ. മയ്യത്ത് നിസ്കാരത്തിൽ ആദ്യം ഫാത്തിഹയാണല്ലോ, അതിന് അൽഫാത്തിഹയ്ക്ക് തെളിവാക്കി കണ്ട നിങ്ങൾ. ഇയാളൊക്കെ ദർസിൽ ഓതി കൊടുത്ത ആ കുട്ടികളെ സ്ഥിതി എന്തായിരിക്കും? മയ്യത്തിന്റെ പേരിലൊരു സലാത്ത്, മയ്യത്തിന്റെ പേരിലൊരു ദുആ, 1 അല്ല 2 ദുആ ഒക്കെ പേരില്ല. ഞങ്ങളൊക്കെ അള്ളാഹുവിന്റെ പേരിൽ അതൊക്കെ ചെയ്യല്. നിസ്കാരം എന്ന് പറഞ്ഞാൽ മയ്യത്ത് മുമ്പിൽ വെച്ചാണെങ്കിൽ ആ നിസ്കാരം അള്ളാഹ്ക്ക് വേണ്ടിയാണ് നമ്മളൊക്കെ നിയ്യത്തായാലേ.
മയ്യത്തിന്റെ പേരിൽ അൽഫാത്തിയ എന്നിട്ടങ്ങള് നിയത്താക്കല് തന്നെ. സുഹൃത്തുക്കളെ, എന്തെല്ലാം തെറ്റിദ്ധരിപ്പിക്കലാണ്. ഇവർക്ക് അൽഫാത്തിയ വിളിക്കണം. മയ്യത്തിന്റെ ഇറക്കി വെച്ചിട്ടുണ്ട് ഒരു അൽഫാത്തിയ. എന്നിട്ട് ഇങ്ങനെ എല്ലാവരും ഈ മയ്യത്ത് കെട്ടിലും പിടിച്ചോനും നാട്ടുകാരൊക്കെ ഇങ്ങനെ ആമിയെടുക്കണം. എവിടുന്ന് കിട്ടിങ്ങക്കത്? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് എത്ര സഹാബത്ത് മരിച്ചു, നബിന്റെ കുടുംബങ്ങൾ മരിച്ചു. മയ്യത്ത് കെട്ടിൽ കൊണ്ടുപോകുന്ന സന്ദർഭത്തില് അവിടെ ഒരാൾ ദ്വാർന്നിട്ട് ആമീൻ പറഞ്ഞ സംഭവം, ഒരു സംഭവം നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധിക്കോ? നിങ്ങളെ ഫിഖിന്റെ കിതാബ് ഇബാറത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കോ? ഇല്ലാത്തതൊക്കെ ചെയ്യാ. എന്നിട്ട് വലിയ സുന്നി എന്നും പറഞ്ഞ് നടക്കുക. സുന്നി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയോ? സുന്നത്തിനെ പിൻപറ്റുന്നവനാ. പല്ലില്ലാത്തവനെ പല്ലൻ എന്ന് വിളിക്കുന്നത് പോലെയാണ് നിങ്ങളെ സുന്നി എന്ന് വിളിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട ഉമർ മൗലവി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ശരിയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു സുന്നത്തുമില്ല, എന്നിട്ടും പേര് സുന്നീന. നീ ഇയാൾ പറഞ്ഞു കേട്ടോളി, തസ്ബീഹിനെ പറ്റി ഇയാൾ തട്ടിപ്പ് കേട്ടോളി. ഖബറിൽ വെച്ചിട്ട് വില്ലന്താ ചെയ്യുന്ന മൗലവിയും കൂട്ടരും നിന്നിട്ട് നമ്മൾ ചൊല്ലുമ്പോ പോലെ അവർ ചെല്ലുന്ന അല്ലാഹുമ്മ തബ്ബിതുഹു ഇന്ന സുആൽ. ചോദിക്കട്ടെ മൗലവി, അല്ലാഹുവോട് പറയുന്ന ചോദ്യം ചോദിക്കുമ്പോ ഭക്തവരെ ഉത്തരം തോന്നിപ്പിക്കണേ. അൽഹിമുൽ ജവാബ്. ചോദ്യം ചോദിക്കുമ്പോ സ്ഥിരത നൽകണേ. ചോദിക്കട്ടെ, അല്ലല്ലേ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് മയ്യത്തിനെ, മനുഷ്യനെ? പിന്നെ നമ്മളെ വകയിൽ ഒരു റെക്കമെൻഡ് വേണോ? കണ്ടോ? അപ്പൊ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യൽ റെക്കമെൻഡ് ആണ്. അത് വേണ്ടാന്നാണ് CP സലീം പറഞ്ഞത്. ആ റെക്കമെൻഡ് എന്നുള്ളൊരു വാക്കുമ്പോ പിടിച്ചിട്ട് ഇയാൾ എന്തൊക്കെയാ പറയുന്നത്? ഞങ്ങൾ ചെല്ലുന്ന പോലെ നിങ്ങളും ചെല്ലുന്നു. നിങ്ങൾ ഈ അടുത്ത കാലത്താ ചെല്ലാൻ തുടങ്ങിയത് എന്നും കൂടി പറയണം. എത്ര മഖ്ബറയിൽ വെച്ചാണ് നിങ്ങൾ തല്ലുണ്ടാക്കിയത്? തസ്ബീഹ് ചൊല്ലിയതിന്റെ പേരിൽ എത്ര മുജാഹിദുകളെയാണ് നിങ്ങൾ ബഹിഷ്കരിച്ചത്? മയ്യിത്തും കൊണ്ട് ഖബറിൽ വെക്കാൻ നേരത്ത് നിങ്ങൾ തസ്ബീഹ് ചൊല്ലിയാൽ ഈ മഖ്ബറയിൽ അടക്കാൻ അനുവദിക്കയില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ എത്ര ആളുകളെ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട്? ഇപ്പൊ നിങ്ങൾക്ക് പുതിയ നബി വന്നോ? ഇപ്പൊ മയ്യത്ത് മറമാടിയിട്ട് മൂടുകല്ല് വെച്ച് മണ്ണൊക്കെ ഇട്ട് ഉയർത്തിയതിന് ശേഷമാണ് തസ്ബീഹ് എന്ന് യഥാർത്ഥത്തിൽ കിതാബിലുള്ളതനുസരിച്ച് അങ്ങനെയാണ്. മയ്യത്ത് മറമാടുന്നെന്നും വിരമിച്ചാൽ കല്ല് പോലും വെച്ച് പൂർത്തിയായിട്ടുണ്ടാവില്ല, അപ്പോഴത്തിന് ചാടി വീഴും. എന്താ? മുജാഹിദീങ്ങൾ തസ്ബീഹ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മക്ക് തുടങ്ങണം കേട്ടോ. പണ്ട് എതിർത്തതിന്റെ ഒക്കെ പലിശ അടക്കം ഇപ്പൊ ചെയ്യാണ്. എന്നിട്ട് ഇവിടെ കടവത്തൂരിൽ വന്നിട്ട് പറയാണ് നമ്മൾ തസ്ബീഹ് ചെല്ലും പോലെ അവരും ചെല്ലുന്നു. അവരെ കണ്ട് പഠിച്ച മാതിരിയുണ്ട്. എന്തിനാണ് പേരോട് ഈ തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ ഈ കടവത്തൂരിന്റെ മണ്ണിൽ വന്നിട്ട് പറയുന്നത്? ഇനി സുഹൃത്തുക്കളെ, ഇയാളുടെ മറ്റൊരു തട്ടിപ്പ് എന്താണെന്നറിയങ്ങള്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു ജൂതനും മുനാഫിക്കും തമ്മിൽ ഒരു ചെറിയ തർക്കമുണ്ടായി. ആ തർക്കത്തിൽ പരിഹാരം കിട്ടാൻ വേണ്ടി, വിധി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് റസൂലുള്ളാഹിന്റെ അടുത്ത് പോകാമെന്ന് ജൂതൻ പറഞ്ഞു. പക്ഷെ മുനാഫിക്കിന് മനസ്സിലായി റസൂലിന്റെ അടുത്ത് പോയാൽ നമുക്ക് വിധി എതിരായിരിക്കുമെന്ന്. അപ്പൊ അയാൾ പറഞ്ഞു നമുക്ക് വേണ്ട കഅബ് ബിൻ അശ്റഫ് എന്ന ജൂത നേതാവിന്റെ അടുത്തേക്ക് പോകാൻ. അങ്ങനെ റസൂൽ ജീവിച്ചിരിക്കെ റസൂലുള്ളാഹിന്റെ വിധി സ്വീകരിക്കാതെ കഅബ് ബിൻ അശ്റഫ് എന്ന താഗൂത്തിന്റെ അടുത്തേക്ക് വിധി തേടിപ്പോയി. ആ മുനാഫിക്കിനെ ആക്ഷേപിച്ചുകൊണ്ട് ഇറക്കിയ ഒരായത്ത്. ആ ആയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഓതിക്കൊണ്ട് ഇവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. മുസ്ലിയാർ പറയുന്നതും പിന്നെ എന്റെ വിശദീകരണവും ഒന്ന് കേൾപ്പിക്കാൻ ആദ്യം. എത്ര ആയത്താണ് ഖുർആൻ പിന്നെയും പറയുന്നത്? വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. ഓ നബിയേ, അവർ തെറ്റ് ചെയ്തു പോയെങ്കിൽ, തെറ്റ് ചെയ്തു പോയ ഏത് കക്ഷിയും എന്താ ചെയ്യേണ്ടത്? ഖുർആനിൽ അല്ലാഹു പറയാണ്, ജാഊക തങ്ങളെ സമീപിക്കട്ടെ, ഫസ്തഗ്ഫിറുല്ലാഹ എന്നിട്ട് അല്ലാഹുവിനോട് അവർ മാപ്പ് ചോദിക്കട്ടെ, വസ്തഗ്ഫറ ലഹുർ റസൂൽ തങ്ങളും അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യട്ടെ. ഈ റെക്കമെൻഡ് റസൂലുള്ള ചെയ്യണമെങ്കിൽ എന്ത് വേണം? നബിയോട് റെക്കമെൻഡിന് ആവശ്യപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റെക്കമെൻഡിന് ആവശ്യപ്പെടണം. ഇതാർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷയാണ്. ഇസ്തഗ്ഫറ എന്നതിന് റെക്കമെൻഡ് എന്ന വാക്ക് എല്ലാവർക്കും മനസ്സിലാവൂല. കുറെ ആൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. ഇസ്തഗ്ഫറ എന്നതിന് പാപമോചനം തേടുക എന്നാണ് മുസ്ലിമീങ്ങൾ പണ്ടേ മനസ്സിലാക്കിയിട്ടുള്ള അർത്ഥം. എന്നിട്ട് ഇയാൾ ആർക്കും മനസ്സിലാകുന്ന ഭാഷയാണ്. നിങ്ങളെ പരിഭാഷയിലുണ്ടോ അങ്ങനെ? നിങ്ങൾ 7-8 പരിഭാഷ ഇറക്കിയിട്ടുണ്ടല്ലോ ഭൂമി മലയാളത്തില്. AP, EK, ആന, ടൈഗർ കൂടി. ആന മാത്രമേ ഇറക്കാത്തുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഇറക്കിയിട്ടുണ്ടല്ലോ. അതിലുണ്ടോ? അവരും പരിഭാഷ എഴുതുന്നുണ്ടല്ലോ അവരുടെ പ്രസിദ്ധീകരണത്തിൽ. അതിലെവിടെയെങ്കിലും ഇസ്തഗ്ഫറ എന്നുള്ളതിന് റെക്കമെൻഡ് എന്ന് കൊടുത്തിട്ടുണ്ടോ? ഈ മുസ്ലിയാർ പ്രസംഗിക്കാൻ തുടങ്ങിയെന്നല്ലാതെ. വാസ്തവത്തിൽ ഇയാൾ പറയാണ് നബിന്റെ അടുക്കൽ വരട്ടെ. അങ്ങനെ ആയത്തിലുണ്ടോ? ഇല്ല. വാസ്തവത്തിൽ എന്താ ആയത്തുള്ളത് എന്നറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വലൗ അന്നഹും ളലമു അൻഫുസഹും, അവരോട് തന്നെ അക്രമം പ്രവർത്തിച്ചപ്പോൾ
ജാഊക അവർ നിങ്ങളുടെ അടുക്കൽ വരികയും എന്നിട്ട് വസ്തഗ്ഫിറുല്ലാഹ അവർ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയും വസ്തഗ്ഫറ ലഹുമുർ റസൂലു റസൂലും അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്താൽ അവർ അല്ലാഹുവിന്റെ പാപമോചനം സ്വീകരിക്കുന്നതും കരുണാനിധിയുമായി കണ്ടെത്തുന്നതാണ് എന്നാണ്. അപ്പൊ അത് മൂപ്പരെന്താക്കി, വരട്ടെ എന്നിട്ട് ചോദിക്കട്ടെ, എന്നിട്ട് ഏത് കക്ഷിയും വരണം എന്ന് ആയത്തിലുണ്ടോ? പച്ച നുണ പറയാണ് ഖുർആന്റെ പേരില്. ഖുർആന്റെ പേരിൽ നുണ പറയാൻ ഇയാൾക്ക് ആരാ ലൈസൻസ് കൊടുത്തത്? ഇതാണോ സക്കാഫി ബിരുദം എന്ന് പറഞ്ഞ് ഖുർആന്റെ പേരിൽ നുണ പറയലാണോ? ഇതാണോ കാരന്തൂരിലെ കാമിലി ബിരുദം എന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആന്റെ പേരിൽ പാച്ച കള്ളം പറയലാണോ? ഏത് കക്ഷിയും വരണമെന്നുണ്ടോ? ഈ തെറ്റു ചെയ്ത ആള് അവർക്ക് മാത്രമുള്ളതാ അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനിപ്പിച്ച ആളുകള് എന്താ വേദനിപ്പിച്ചത്? റസൂൽ ജീവിച്ചിരിക്കെ റസൂലിനോട് വിധി ചോദിക്കേണ്ട വിഷയം റസൂലിന്റെ അടുത്ത് പോകാതെ എവിടേക്ക് പോയി? കാബുൽ അസ്റഫ് എന്ന ജൂത നേതാവിന്റെ അടുത്ത് പോയി. അത് നബിയെ വിഷമിപ്പിക്കലാണ്. അതുകൊണ്ട് നബിയുടെ സദസ്സിൽ ചെല്ലണം. ചെന്നിട്ട് അവർ നബിയെ ഞങ്ങൾക്ക് പുറത്തു തരണം, നബിയെ ഇർത്തക്കബുത്തി ചെല്ലണം എന്നല്ല, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യണം, ഇവർക്ക് പുറത്തു കൊടുക്കണേ. അതിനപ്പം ഒരു റെക്കമെൻഡ് എന്ന് പറഞ്ഞത് മാത്രല്ല, അവരും അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. അപ്പൊ റസൂലുള്ളാഹിന്റെ സദസ്സിൽ ചെല്ലാൻ പറഞ്ഞ എന്തിനാന്ന് വിചാരിച്ചാൽ റസൂലിനെ വിഷമിപ്പിക്കലാണ്. ആ റസൂൽ അത് ക്ഷമിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ നമ്മളൊരാള് റോട്ടിലിട്ട് കുറെ ചീത്ത വിളിച്ച് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് തോന്നി വേണ്ടിയിരുന്നില്ല, സാധുവിനെ പറയേണ്ടിയിരുന്നില്ല. എന്നിട്ട് നമ്മൾ അള്ളാഹിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാണ്, പടച്ചവനെ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ്, എന്നോട് ക്ഷമിക്കണേ. കാര്യമുണ്ടോ? കാര്യമല്ല. അയാളെടുത്ത് പോകണം, ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്, നിങ്ങൾ എന്നോട് പൊരുത്തപ്പെടണം, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അത് സാധാരണയായിട്ട് മനുഷ്യനും തമ്മിലുള്ള തെറ്റിന്റെ ഒരു മര്യാദയാണ്. അല്ല എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമസ്തന്റെ മതത്തിൽ തൗബന്റെ ശർത്തിൽ ഇത് പഠിപ്പിക്കും. ഏത് മനുഷ്യനും എന്ത് തെറ്റ് ചെയ്താലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലാണെങ്കിൽ റസൂലുള്ളാഹിന്റെ അടുത്ത് പോകണം. ഇതേ പ്രസംഗത്തിൽ ഒസങ്കടിയിലെത്തിയാൽ ചോദിച്ചത് എന്താ, നിങ്ങൾക്ക് എന്താ മദീനത്തിൽ ടിക്കറ്റ് എടുത്ത് പോയിക്കൂടെ? എന്തെങ്കിലും ചെറിയ തെറ്റ് സംഭവിച്ചാൽ അപ്പം മദീനത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് വരുമ്പോ പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അപ്പോ നല്ലോണം 35,000 40,000 ഒക്കെ അങ്ങനെ ഇടക്കിടക്ക് കയ്യിലുള്ളവന് മാത്രം തൗബ മതി, അല്ലാത്തവന് തൗബ വേണ്ട. എന്നിട്ട് പറയാണ് ഏത് കക്ഷിയും പോകണം. അപ്പൊ സുഹൃത്തുക്കൾ, ഒരു പ്രത്യേക സംഭവത്തിൽ ഉണ്ടായ ഒരു കാര്യത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് ചെല്ലണം, റെക്കമെൻഡിന് ചെല്ലണം എന്ന് സഹാബികള് ഏത് തെറ്റ് ചെയ്താലും റസൂലുള്ളാഹിനോട് പോയിട്ട് റസൂലേ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തരണം, ഞങ്ങൾ താങ്കളെ സാക്ഷിയിൽ വന്നിരിക്കുന്നു എന്ന് പറയാറുണ്ടോ? ഇല്ല, അങ്ങനത്തെ സമ്പ്രദായമേ ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയാം. എന്നാൽ ഇയാളുടെ കൂട്ടത്തിലുള്ള ഒരു സഖാഫി, അയാൾക്ക് സുന്നത്ത് ജമാഅത്ത് എന്നൊരു പുസ്തകമുണ്ട്, സുലൈമാൻ സഖാഫി മാളിയേക്കൽ, ഞങ്ങളുടെ മുമ്പിൽ മണ്ണാർക്കാട് സംവാദത്തിന് വന്ന അയാൾ ഈ പുസ്തകത്തിൽ ഇതാ റസൂലു എന്നതിനെ മാറ്റിയിട്ട് റസൂല എന്നാക്കി. കണ്ടോ? കേട്ടുള്ള അർത്ഥം, നിശ്ചയം ശരീരങ്ങളോട് അക്രമം കാണിച്ചവർ തങ്ങളെ സമീപിച്ച് അല്ലാഹുവോടും റസൂലിനോടും പാപമോചനം തേടിയാൽ, അല്ലാഹുവോടും തേടണം റസൂലിനോടും തേടണം. അങ്ങനെ ഹദീസിൽ ആയത്തിലുണ്ടോ? അപ്പൊ റസൂലു എന്നുള്ളതിനെ റസൂല എന്നാക്കി. പരിശുദ്ധ ഖുർആനിൽ പോലും ഈ തരത്തിലുള്ള കൈക്രിയകൾ നടത്തുന്ന ജൂതന്മാരുടെ സ്വഭാവം, ക്രിസ്ത്യാനികളുടെ സ്വഭാവം, വേദഗ്രന്ഥങ്ങളെ കയ്യേറ്റം ചെയ്യുന്ന പൗരോഹിത്യത്തിന്റെ സ്വഭാവം, ഇതുകൊണ്ടാണ് ഞങ്ങളെ പറ്റി പുരോഹിതന്മാരെന്ന് പറയുന്നത്. യുഹർരിഫുനൽ കലിമാൻ മവാദിഇഹി, ചിലയിടത്ത് അർത്ഥം തിരുത്തും, ചിലത്ത് വാക്ക് തിരുത്തും, ചിലത്ത് ഹർക്കത്ത് തിരുത്തും. കണ്ടോ? റസൂലിനോട് പാപമോചനം തേടിയാൽ, അങ്ങനെയാണെങ്കിൽ ആയത്തിൽ ഒരു മാറ്റം കൂടി മുസ്ലിയാർ വരുത്തണം. അതെന്താ? ഇൽലമു അൻഫുസഹു എന്ന് പറയാൻ പാടില്ല, അല്ലേ? ഇത് ലലമ നഫ്സഹു എന്ന് പറയണം. ജാഊക എന്ന് പറയരുത്, ജാഅക എന്ന് പറയണം. പിന്നെ ഫസ്തഗ്ഫറുല്ലാഹ എന്ന് പറയരുത്, ഫസ്തഗ്ഫറല്ലാഹ എന്ന് പറയണം. എന്നാലേ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, വസ്തഗ്ഫറ റസൂല എന്നാകുള്ളൂ. ലഹും ഒഴിവാക്കും വേണ്ടി വരും. കണ്ടോ? അപ്പൊ ഒരു കളവ് അത് എങ്ങനെങ്കിലും ശരിയായി കിട്ടിയാലോ, അള്ളാന്റെ റസൂലിനോട് പാപമോചനം തേടി പ്രാർത്ഥിക്കാൻ, ഇർത്തകബത്തുവിന് തെളിവുണ്ടാക്കാൻ, അന്തഗഫാറുൽ ഖത്തായിക്ക് തെളിവുണ്ടാക്കാൻ പരിശുദ്ധ ഖുർആനിൽ ക്രൂരമായി ദുർവ്യാഖ്യാനം ചെയ്തത്. അവസാനം ഇസ്ലാഹ് മാസികത് പിടികൂടി അയാളെ കൊണ്ട് തിരുത്തിച്ചു. പക്ഷെ തിരുത്തിച്ചിട്ടും പേരോട് ന്യായീകരിക്കാണ്. അയാൾ തിരുത്തി, പക്ഷെ പേരോട് ഒപ്പിക്കുകയാണ്. പേരോട് ആ ഒപ്പിക്കണ രംഗം കൊണ്ടോട്ടിയിൽ വെച്ച അയാള് ഈ സുലൈമാൻ സഖാഫിയെ ന്യായീകരിക്കുന്ന രംഗവും അതിന് ഇരുമ്പുഴിയിൽ ഞാൻ കൊടുത്ത മറുപടിയും നിങ്ങളൊന്ന് കേട്ടോളൂ. എനിക്ക് എല്ലാവരും മനസ്സിലാക്കണം ഞാൻ പറയുന്നു. അപ്പൊ 151 150
അർത്ഥവും വാചകവും ശരി, 35 അർത്ഥം ശരി, വാചകത്തിൽ ഒരു വാചകം അച്ചടിയിൽ വിട്ടുപോയി. അച്ചടി സ്വാഭാവികമാണ്. എന്നാൽ അതിനിപ്പുറത്ത് വേറൊരു സ്ഥലത്ത് അച്ചടിയിൽ തെറ്റ് വന്നത് എന്താണ്? റസൂലു എന്ന സ്ഥലത്ത് റസൂലാന്നായിട്ട്, അതേ ബുക്ക് തന്നെ അച്ചടി പെശകാണ്. റസൂലാന്നായിട്ട് അവിടെ അർത്ഥത്തിലും അച്ചടി പെശക് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു തട്ടിപ്പിന് വേണ്ടിയും അട്ടിമറിക്ക് വേണ്ടിയും അദ്ദേഹം ചെയ്തതാണെങ്കിൽ 3 സ്ഥലത്തും ചെയ്യൂലേ? അത് അച്ചടി പെശക് ഏത് പുസ്തകത്തിനും ആർക്കും സംഭവിക്കൂലേ? അപ്പൊ ഈ ഒരു അച്ചടി പെശകാണ്. അത് നിങ്ങൾക്ക് കാണാം. അസ്തഗ്ഫിറുല്ലാഹ് റസൂലാന്ന് മൗലവി വായിച്ചത് അച്ചടി പെശക്. അതിവിടെ പേജ് 40. അവിടെ അർത്ഥത്തിലും അച്ചടി പെശകുണ്ട്. പേജ് 40. അവിടെ അർത്ഥത്തിലും അച്ചടി പെശകുണ്ട്. അതുപോലെ ആയത്തിലും അച്ചടി പെശക്. റസൂലു എന്നുള്ള റസൂലാന്നായി പോയിട്ടുണ്ട്. റസൂലു എന്നത് റസൂല ചെറിയ ലമ്മാകുമ്പോ കുളത്തുകൂടി കൂടുന്നത് എന്താപ്പോ അല്ലേ? സംഗതി എന്താണെന്നറിയങ്ങള്? ഇതൊക്കെ ഞങ്ങൾ പിടികൂടി. ഇത് ഇസ്ലാഹ് മാസികയാണ്. 2005 ജനുവരി. ഇതാ മുസ്ലിയാക്കന്മാർ വിശുദ്ധ ഖുർആനിനെതിരെ വലൗ അന്നഹും യസ്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു എന്ന് ഖുർആനിൽ എന്താക്കി? റസൂല എന്നാക്കി. ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. എന്താ അർത്ഥം കൊടുത്തത്? നിശ്ചയം ശരീരങ്ങളോട് അക്രമം കാണിച്ചവർ തങ്ങളെ സമീപിച്ച് അള്ളാഹുവോടും റസൂലിനോടും പാപമോചനം തേടിയാൽ തൗബ സ്വീകരിക്കുന്നവനായും കരുണ ചെയ്യുന്നവനായും അള്ളാഹുവിനെ വർത്തിക്കും. അപ്പൊ അള്ളാഹിനോട് മാത്രം പൊറുക്കലിനെ തേടിയാ പോരാ, റസൂലിനോട് കൂടി തേടണം. സംഗതി എന്താ? ഇന്നലെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം, റസൂലും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. അപ്പൊ തേടുന്ന വായിൽ റസൂലാണ്, പക്ഷെ റസൂലിനെ മഫൂലാക്കി റസൂലിനോട് തേടണമെന്നാക്കി. എന്നാലല്ലേ ഇവിടെ ഈ ശിർക്ക് നിലനിൽക്കുള്ളൂ. അതിനുവേണ്ടി ആയത്ത് തിരുത്തി 1, 2 പതിപ്പിൽ അർത്ഥം മാത്രം തിരുത്തി ആയത്തിന് ഹർക്കത്ത് ഇട്ടിരുന്നില്ല, അതുകൊണ്ട് തിരിഞ്ഞില്ല. 3-ാം പതിപ്പിൽ ഹർക്കത്തിട്ടു. അപ്പൊ ഞങ്ങളത് പിടികൂടി അത് പുറത്തു കൊണ്ടുവന്നുവെന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ സുന്നി പണ്ഡിതന്മാരെ വരെ ഞങ്ങൾ സമീപിച്ചു. അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനി, ഹസൻ സക്കാഫി പൂക്കോട്ടൂർ, ജലീൽ സക്കാഫി പുല്ലാര, മുസ്തഫൽ ബൈസി, ഇവർ വരെ പറഞ്ഞു ഇത് തട്ടിപ്പാണ്, തവസ്സുലിനെ ന്യായീകരിക്കാൻ ഇങ്ങനെ ആയത്ത് തിരുത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ ഫെബ്രുവരിയിലക്കം പുറത്തിറങ്ങിയപ്പോൾ അവസാനം ഇതാ ഒടുവിൽ ഇസ്ലാഹിന് മുമ്പിൽ സക്കാഫി കീഴടങ്ങി. 2005 മാർച്ചിൽ സക്കാഫിയെ പിടികൂടി ഞങ്ങൾ തിരുത്തിച്ചു എന്ന് മാത്രമല്ല, സുന്നത്ത് ജമാഅത്ത് അറിയിപ്പ് IPBയുടെ സുന്നത്ത് ജമാഅത്ത് എന്ന പുസ്തകത്തെ കരുവാക്കി ശത്രുക്കൾ കുപ്രചാരണങ്ങൾ അയച്ചുവിടുന്നതായി അറിയുന്നു. കണ്ടോ? അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യം റസൂലിനോട് ചോദിച്ചതാണ്. ശുദ്ധ ശിർക്കിന് ന്യായീകരണം ഉണ്ടാക്കിയതാ. എന്നിട്ട് അതിന് പേരെന്താ? കുപ്രചരണം. മഹാത്മാക്കളോട് സഹായാർത്ഥന നടത്തുന്നതിന് തെളിവുണ്ടാക്കാൻ ആയത്തിൽ തിരിമറി നടത്തിയെന്നാണ് ആരോപണം. പ്രതിയോഗികൾ പ്രചാരണായുധമാക്കിയ ഖുർആൻ വാക്യം ഈ പുസ്തകത്തിൽ 1-ലധികം സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ അനുസരിച്ചാണ് അവിടെയെല്ലാം അർത്ഥം നൽകിയത്. തവസ്സുൽ എന്ന അധ്യായത്തിൽ നൽകിയ അർത്ഥവും ആശയപരമായി തെറ്റല്ല, ന്യായീകരിക്കാണ്. ഇതിലൊരു പുസ്തകം തന്നെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഈ സ്റ്റേജിലിരിക്കുന്ന ഷാഫി സലാഹി ചങ്ങലീരി ഇറക്കിയ പുസ്തകമാണിത്. സക്കാഫിയുടെ ഖുർആൻ തിരിമറി, ന്യായീകരണങ്ങളും വസ്തുതയും. നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. എത്ര രൂപ വില? 10 രൂപക്ക് കിട്ടുന്ന പുസ്തകമാണ്. നിങ്ങൾ വാങ്ങി വായിക്കണം. വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട്. എന്നിട്ട് ഈ നുണയനെ ന്യായീകരിക്കാൻ പേരോട് ഇവിടുന്ന് എന്താ പറഞ്ഞത്? അർത്ഥത്തിലും ചെറിയൊരു അച്ചടിപ്പിശക് പറ്റി. അർത്ഥത്തിലെങ്കിലും അച്ചടിപ്പിശക്. റസൂൽ പാപമോചനം തേടി എന്ന് പറയുന്നതും റസൂലിനോട് പാപമോചനം തേടി അച്ചടിപ്പിശകാണ്. അപ്പൊ ന്യായീകരണത്തിന്റെ തരം താഴ്ന്ന മുഖമാണ് സുഹൃത്തുക്കളെ. ഇതാ പുതിയ പതിപ്പിൽ 4-ാം പതിപ്പ് ഇറങ്ങിയപ്പോ 6-ാം പതിപ്പിൽ 4-ാം പതിപ്പിന്റെ ആമുഖം എന്നതിൽ പറയുന്നുണ്ടോ? തവസ്സുൽ എന്ന അധ്യായത്തിൽ ആയത്ത് നൽകിയ അർത്ഥം ആശയപരമായി ശരിയാണ്. വിധേയകൾക്ക് കൂടി സ്വീകാര്യനായ ഇബ്നു കസീറിന്റെ തഫ്സീറിൽ വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപിച്ച് ആവലാതി ബോധിപ്പിച്ച വ്യക്തിയുടെ ചരിത്രം ഉദ്ധരിക്കുന്നുണ്ട്. നബിയോട് തെറ്റ് ചെയ്തവർ നബിയോട് പൊറുക്കാൻ ആവശ്യപ്പെട്ട ശേഷം അള്ളാഹുവിനോട് പശ്ചാത്തപിക്കണം എന്ന് പറയുന്നതിൽ എവിടെയാണ് അബദ്ധം? ഇബ്നു കസീർ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. തെറ്റ് ചെയ്തവരൊക്കെ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിട്ട് കുമ്പസാരം നടത്തണമെന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അല്ല ഒരൊറ്റ മുഫസ്സിറും പറഞ്ഞിട്ടില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു. പേരോട്ട് തെളിയിക്കാൻ സാധിക്കോ? വലൗ അന്നഹും മിൻ ലമു അൻഫുസഹും ജാഊക എന്ന ആയത്തിൽ
റസൂലിനോട് പാപമോചനം തേടണമെന്ന്. അല്ലാമ ഇബ്നു കസീർ അല്ല, ഏതെങ്കിലും ഒരു മുഫസ്സിർ പറഞ്ഞത് ധൈര്യമുണ്ടെങ്കിൽ പേരോട് തെളിയിക്കട്ടെ. വെല്ലുവിളിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ വെല്ലുവിളിക്കാൻ തുടങ്ങി നിൽക്കാൻ കഴിയൂല. അപ്പോ വളരെ വ്യക്തമായി ഞാൻ വെല്ലുവിളിച്ചതാണ് ഇരുമ്പുഴിയിൽ വെച്ച്. ആ വഴിക്ക് പിന്നെ ഇയാൾ വന്നിട്ടില്ല. വലിയ ആളാണ്, പക്ഷേ കിട്ടേണ്ട മറുപടി അങ്ങ് കിട്ടിയാൽ പിന്നെ അവിടെ മുങ്ങിയിട്ട് വേറെ എടുത്താ പൊങ്ങുക. അവിടെ ചെന്നിട്ട് കുറെ മുതലക്കണ്ണീരൊഴുക്കി പാമര ജനങ്ങളെ കുപ്പിയിലാക്കും. അവിടെ മറുപടി കൊടുത്താൽ വേറെ സ്ഥലത്ത് പൊങ്ങും. ഇനിയിപ്പോ ഇവിടെ പൊങ്ങൂല, ഇനി വേറെ എവിടെയെങ്കിലും പൊങ്ങുക. അങ്ങനെ മുങ്ങാനും പൊങ്ങാനൊന്നും മുജാഹിദ് പ്രസ്ഥാനം നിങ്ങൾ അനുവദിക്കുമെന്ന് വിചാരിക്കേണ്ടതില്ല. ഒരൊറ്റ മുജാഹിദ് പ്രവർത്തകൻ, 2 മുജാഹിദ് പ്രവർത്തകൻ ഉണ്ടെങ്കിലും പരിസരത്തുള്ള യൂണിറ്റുകളെല്ലാം കൂടി ചേർന്നിട്ട് ഇത്തരത്തിലുള്ള ഇസ്ലാം ദീനെ പൊളിക്കുന്ന പുരോഹിതന്മാരുടെ തനിനിറം ഞങ്ങൾ തുറന്നു കാട്ടുക തന്നെ ചെയ്യും, യാതൊരു സംശയവും വേണ്ട. എന്നിട്ട് സുഹൃത്തുക്കളെ, ഹൊസങ്കടിയിൽ വെച്ച് ഇയാൾ എന്താ പറഞ്ഞറിയോ? അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയില് അമാനി പറഞ്ഞതും ഇയാൾക്ക് അനുകൂലമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഇയാൾ നടത്തണ്ടായി. അമാനി മൗലവി ഇതിൽ തെറ്റിപ്പ് നടത്തിയെന്നാണ് പറയുന്നത്. ഇവിടെ വെച്ച് അയാൾ ഇത് പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷേ അമാനി മൗലവി അത് പറഞ്ഞതിന് ശേഷം, മരിച്ചതിന് ശേഷം അത് ബാധകമാണെന്നും ആദ്യം പറഞ്ഞ് ഖുർആൻ പഠിപ്പിക്കുന്നത് മരിച്ചതിന് ശേഷം ബാധകമാണെന്ന് പറഞ്ഞു. പിന്നെ അയാളെ വകയിലെ ബാധകമല്ല എന്നും പറഞ്ഞു. അത് ഖുർആനിന് വിരുദ്ധാശയമല്ലേ? അപ്പോ ആദ്യം മരണശേഷം ബാധകാണെന്ന് പറഞ്ഞു, പിന്നെ ബാധകല്ലാന്നും പറഞ്ഞു. അത് ഖുർആനെതിരല്ലേ? സ്വബോധത്തോടു കൂടി തന്നെ അമാനി മൗലവി ഖുർആൻ പരിഭാഷ ചെയ്തിട്ടുള്ളത്. അത് പരിശോധിച്ചത് KP മുഹമ്മദ് മൗലവിയാണ്. അങ്ങനത്തെ ഒരു അബദ്ധം അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. വാസ്തവത്തിൽ എന്താ സംഗതി എന്നറിയോ? നിങ്ങൾ കേട്ടോളൂ. വ്യക്തമായി തന്നെ അദ്ദേഹം പറയുകയാണ്, ഓരോ വ്യക്തിയും അവരെ നിരുപാധികം അനുസരിക്കൽ നിർബന്ധമാക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിലവിലുള്ളപ്പോൾ അവിടുത്തെ വിധി അനുസരിക്കാതെ അവിടുത്തെ എതിരാളികളായ താഗൂത്തുകളെ അനുസരിക്കൽ റസൂലിനെ നിഷേധിക്കലായി തീരുന്നു. റസൂലിന്റെ കാലശേഷം അവിടുത്തെ സുന്നത്തിനെതിരായ വിധികൾ സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ. ഇതാണിപ്പോ റസൂലിന്റെ കാലശേഷം സ്വീകരിക്കണം എന്ന് പറഞ്ഞത്. റസൂലിന്റെ കാലശേഷം തെറ്റ് ചെയ്താൽ ഖബറിൽ പോണെന്ന് അമാനി മൗലവി പറഞ്ഞിട്ടില്ല. അതിനെ എതിർക്കാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധി വ്യക്തമായി ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയിട്ടും റസൂലിന്റെ വഫാത്തിന് ശേഷം ഇന്നൊരാൾ റസൂലിന്റെ ഹദീസിനെ തള്ളിക്കളഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ റസൂലിനെ ധിക്കരിക്കൽ തന്നെയാണ് എന്ന് സാന്ദർഭികമായി അവിടെ എടുത്തു കൊടുത്തതാണ്. എന്നിട്ട് പിന്നെ അവസാനം പറയുന്നിട്ടുള്ളൂ, ഇപ്പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്തുള്ളവരെ സംബന്ധിച്ചാണെന്ന് വളരെ വ്യക്തമാണ്. അവിടുന്ന് അങ്ങോട്ട് വായിച്ചിട്ടാണ് പേരോട് തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇതുവരെ പറഞ്ഞത് അള്ളാന്റേതാണ്, ഇനി ഇയാളെ വക പറയാണെന്ന് പറഞ്ഞിട്ട് എന്താണ് യഥാർത്ഥത്തിൽ അമാനി മൗലവി പറഞ്ഞത്? കേട്ടോളൂ നിങ്ങൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുക്കൽ ചെന്ന് തന്റെ പക്കൽ വന്നുപോയ അപരാധത്തെക്കുറിച്ച് ഖേദം പ്രകടിപ്പിക്കുകയും അള്ളാഹുവിനോട് പാപമോചനം പ്രാർത്ഥിക്കുകയും തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തിരുമേനിയോട് അപേക്ഷിക്കുകയുമാണ് അവർ ചെയ്യേണ്ടത്. ഈ അബദ്ധം സംഭവിച്ച അന്നത്തെ ആളുകൾക്കുള്ള നിബന്ധന ഈ പറയുന്നത്. അതോടുകൂടി അവർക്ക് വേണ്ടി ശുപാർശ ചെയ്തുകൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പക്ഷം നിശ്ചയമായും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമായിരുന്നു എന്നൊക്കെയാണ് ഈ വചനത്തിൽ അള്ളാഹു അറിയിക്കുന്നത്. അപ്പൊ വളരെ വ്യക്തമായിട്ട് അമാനി മൗലവി ഇത് പറഞ്ഞു. എന്നിട്ട് പറയാണ് ഇപ്പറഞ്ഞത്, അതായത് റസൂലുള്ളാഹിന്റെ അടുത്ത് ചെല്ലുക എന്ന് പറഞ്ഞത് റസൂൽ തിരുമേനിയുടെ കാലത്തുള്ളവരെ സംബന്ധിച്ചാണ് വളരെ വ്യക്തമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുക്കൽ ചെല്ലലും അവിടുത്തെ പാപമോചനം തേടലും അവിടുത്തെ ജീവിതകാലത്ത് മാത്രമാണല്ലോ സാധ്യമാവുക. എന്തു പാപം ചെയ്താലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഖബറിങ്കൽ ചെന്ന് സങ്കടം പറഞ്ഞാൽ മതിയെന്നും മറ്റുമുള്ള ചില അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും നീതീകരണം ഉണ്ടാക്കുവാൻ വേണ്ടി ചില തൽപര കക്ഷികൾ ഈ വചനം ഉപയോഗപ്പെടുത്താറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം തിരുമേനിയുടെ ഖബറിങ്കൽ ചെല്ലുന്നതും ജീവിതകാലത്ത് അവിടുത്തെ സന്നിധിയിൽ ചെല്ലുന്നതും ഒരുപോലെയാണെന്നും അവർ ജൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വ്യക്തമായി തന്നെ അതിനെ എതിർക്കുകയാണ് സൂറത്തുൻ നിസായിലെ 64-65 വചനങ്ങളുടെ വ്യാഖ്യാനത്തിൽ അമാനി മൗലവി ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അമാനി മൗലവിയെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അമാനി മൗലവി ആദ്യം പറഞ്ഞു മരണശേഷം ബാധകാന്ന്, പിന്നെ പറഞ്ഞു ബാധകല്ലാന്ന്. ബാധകമാണ് മരണശേഷം എന്ന് പറഞ്ഞ എന്തിനെ സംബന്ധിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ അത് ബോധ്യമായിട്ടും തള്ളിക്കളയൽ അത് റസൂലിന്റെ കാലശേഷം പാടില്ലാത്തതാണ്. മരണശേഷം ബാധകമല്ല എന്ന് പറഞ്ഞതോ ഈ ആയത്തിൽ പറഞ്ഞ റസൂലിനോട് ധിക്കാരം കാണിച്ച ആളുകൾ റസൂലുള്ളാഹിന്റെ സദസ്സിൽ ചെല്ലണം, എന്നിട്ട് റസൂൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത് അത് റസൂലുള്ളാഹിന്റെ മരണശേഷം സാധ്യമാകുന്ന കാര്യമല്ല.
ഇത് സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ ആയത്തും ഹദീസും മാത്രമല്ല പരിശുദ്ധ ഖുർആൻ തന്നെ കൈക്രിയ നടത്തി എന്നത് ഈ നാട്ടിൽ ആളുകളെ ഓർമ്മപ്പെടുത്തുവാൻ ഈ സന്ദർഭം ലഭിച്ചതിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. ഈ തരത്തിൽ പരിശുദ്ധ ഖുർആൻ പോലും കൈക്രിയക്ക് വിധേയമാക്കുന്നവരാണ് ഈ പുരോഹിതന്മാരെന്ന് കടവത്തൂരിലെ മുസ്ലിമീങ്ങളെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ. നല്ല ശുദ്ധവെള്ള വസ്ത്രം ധരിച്ച് പുരോഹിതന്റെ വേഷത്തിൽ വന്നിട്ട് ആളുകൾക്കിടയിൽ വലിയ ബഹുമാനിക്കപ്പെടുന്നവനായി അഭിനയിക്കുന്നവർ പരിശുദ്ധ ഖുർആൻ പോലും തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തിരുത്തുന്നവരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാനാണ് ഞാനിത് പറഞ്ഞത്. റസൂലു എന്നുള്ളത് റസൂലായി പോയ എന്താണ്? ഫായിന് മഫൂലായാൽ കർത്താവ് കർമ്മമായാൽ വലിയ വ്യത്യാസമല്ലേ? റസൂൽ തേടുക എന്ന് പറയുന്നതും റസൂലിനോട് തേടുക എന്ന് പറയുന്നതും ചെറിയ കാര്യമാണോ? ചെറിയ കാര്യമാണോ? ഒന്ന് ഇസ്ലാം അനുവദിച്ചതും മറ്റത് ഇസ്ലാം വിരോധിച്ചതുമാണ്. അവരാരും തന്നെ റസൂലിനോട് പാപമോചനത്തിന് വേണ്ടി അന്നും പ്രാർത്ഥിച്ചിട്ടില്ല. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് അവിടുത്തെ ഖബറിങ്കൽ പോയി ഇസ്തിഗ്ഫാറിന് അപേക്ഷിച്ചിട്ടില്ല. നബിയെ ഞങ്ങൾക്ക് കൊണ്ട് ഇന്ന് പൊറുക്കലിനെ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞിട്ടില്ല. എന്തൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ടും പേരോട് മുസ്ലിയാർക്കും അവരനുയായികൾക്കും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയെ തടഞ്ഞു നിർത്താൻ സാധിക്കുമെന്ന് വിചാരിക്കേണ്ടതില്ല. മുജാഹിദുകളുടെ സീഡിയെ സംബന്ധിച്ചൊക്കെ അയാൾ പറയുന്നുണ്ട്. സീഡി ഇറക്കിയിട്ട് മോചനത്തിന് വേണ്ടി സീഡി ഇറക്കിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മുജാഹിദുകളുടെ സീഡി അയാൾ വല്ലാതെ പരിഹസിക്കുന്നുണ്ട്. ആ സീഡികൾ നിഷ്പക്ഷരായ ആളുകളിൽ ഇരുന്ന് കേട്ട് സത്യം മനസ്സിലാക്കി ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് തടഞ്ഞു നിർത്താൻ ഒരു പേരോടല്ല 1000 പേരോടുകൾ ഇറങ്ങിയാലും സാധ്യമല്ല, സാധ്യമല്ല, സാധ്യമല്ല. സാധിക്കുമെങ്കിൽ ഞാൻ ഈ പറയുന്നത് ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ അക്കമിട്ട് ഞങ്ങൾ ഖണ്ഡിക്കുകയാണ്. വിഷയം ബാക്കി വന്നാൽ ഇൻഷാ അല്ലാഹ് ഇതിനൊപ്പം തന്നെ ഞങ്ങൾ വീണ്ടും CD ഇറക്കുന്നതാണ്. കടവത്തിൽ വെച്ച് പറയാൻ സാധിച്ചിട്ടില്ലെങ്കിലും ബാക്കി വിഷയങ്ങൾക്ക് ഞങ്ങൾ മറുപടി ഇറക്കും. ധൈര്യമുണ്ടെങ്കിൽ ഈ കടവത്തൂരിൽ വന്നിട്ട് ഇതിന് മറുപടി പറയണം. സംഘടിപ്പിച്ചവരോട് ഞാൻ ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുകയാണ്, ഇയാളെ നിങ്ങൾ വിടരുത്, ഇയാളെ തന്നെ കൊണ്ടുവരണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സുഹൃത്തുക്കളെ, ഇയാൾ ഞങ്ങളെ സംബന്ധിച്ച് കാലാകാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് റെക്കമെൻഡിന് വരണമെന്ന് പറഞ്ഞിട്ട് അത് റസൂലിന് സുജൂദ് ചെയ്യുന്നത് പോലെയാണെന്നാണ് പണ്ട് മുനാഫിക്ക് നേതാവ് പറഞ്ഞത്. അതേ വാദം ഇപ്പോൾ മൗലവിമാരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പരിഹസിച്ച് മുനാഫിക്കാക്കുന്ന ഒരു രംഗമുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ ഇയാളത് പറഞ്ഞതും പലയിടത്തും ഞങ്ങൾ മറുപടി പറഞ്ഞതുമാണ്. എന്നിട്ടും ഇവിടെ വന്നിട്ട് ആവർത്തിച്ചിരിക്കുകയാണ്. അതൊന്ന് കേട്ടോളൂ. മുജാഹിദുകളെ മുനാഫിക്കാക്കാൻ വേണ്ടി അയാൾ അള്ളാഹുവിന്റെ ഖുർആനിനെ പച്ചയായി ദുർവ്യാഖ്യാനം ചെയ്യാൻ ഇന്നും മൗലവിമാര് വാദിക്കുന്നു. നബിയോട് റെക്കമെൻഡിന് ആവശ്യപ്പെട്ടാൽ സുജൂദ് പോലെ ഇബാദത്താണെന്ന് വാദിക്കുന്നു. ആ വാദം ആദ്യം വാദിച്ച മനുഷ്യൻ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ എന്ന് പറയുന്ന മുനാഫിഖാണ്. അപ്പോഴാ ഖുർആനിൽ അല്ലാഹ് ആയത്തിറക്കുന്നത്. എന്താണ് ആയത്തിറക്കിയത്? കപട വിശ്വാസികളായ ആളുകളോട് പറയപ്പെട്ടാൽ അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും എന്ന് പറയപ്പെട്ടാൽ അവർ തലയെങ്ക് തിരിച്ചു കളയും. അവർ പിരിഞ്ഞു പോകും. അവര് കിബറന്മാരാണ്. നബിയേ, തങ്ങളോട് റെക്കമെൻഡിന് ആവശ്യപ്പെടാൻ പറഞ്ഞാൽ അവര് വരൂല. അവരഹങ്കാരികളാണ്. നബിയേ, അവരെ ദോഷം പൊറുക്കുമോ? അല്ലാഹു പറയുന്നത് സവാഉൻ അലൈഹിം അസ്തഗ്ഫിർതലഹും അം ലം തസ്തഗ്ഫിർലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും. നബിയേ, തങ്ങളെ കാരുണ്യം കൊണ്ട് തങ്ങൾ അവരെ ദോഷം പൊറുക്കണമെന്ന് എന്നോട് റെക്കമെൻഡ് ചെയ്താലും തങ്ങളോട് റെക്കമെൻഡിന് പറയാൻ വരാത്ത കൂട്ടരുടെ ദോഷം ഞാൻ പൊറുക്കൂല നബിയേ. കണ്ടോ? പാട്ട് പാടി അങ്ങോട്ട് ശരിയാക്കാം മൂപ്പര്. അതുകൊണ്ടൊന്നും കടവത്തൂരിന്റെ മണ്ണിൽ വിജയിക്കൂല പേരോടെ. സൂറത്തുൽ മുനാഫിഖൂനിലുള്ള വിഷയം എന്താണെന്ന് നിങ്ങള്? അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ എന്ന മുനാഫിഖ് നേതാവ്. മുനാഫിഖ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ വിശ്വാസമില്ലാതെ വിശ്വാസിയായി അഭിനയിച്ച് നടക്കുന്നവൻ. അവന്റെ മനസ്സിൽ ശിർക്കുണ്ടാവും, കുഫറുണ്ടാവും. അപ്പൊ റസൂലിന്റെ അടുത്ത് പോയിട്ട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാൻ ശിർക്കും കുഫറും മനസ്സിലുള്ളവൻ വരുമോ? വരൂല. സ്വാഭാവികമാണത്. പക്ഷെ ഇത് മൂപ്പര് വലിച്ചു നീട്ടുന്ന എങ്ങിട്ടാ? റസൂലിനോട് ഇന്ന് റെക്കമെൻഡ് ചെയ്യാൻ വരീത് മുജാഹിദീങ്ങളെ വിളിച്ചാൽ മുജാഹിദീങ്ങൾ വരൂല. റസൂലിന്റെ ഖബറിങ്ങ പോയിട്ടൊന്ന് ഞമ്മക്കൊന്ന് തേടുകയെന്ന് പറഞ്ഞാ ഒരൊറ്റ മുജാഹിദും വരൂല. അതേതുപോലെയാണ് അന്ന് മുനാഫിക്ക് നേതാവ് ചിലടത്ത് അബ്ദുള്ള മൗലവി എന്നാ പറയില്ല.
അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂൽ മുനാഫിഖ് നേതാവിനെ പറ്റി അബ്ദുള്ള മൗലവിനെ വിളിച്ചു, അബ്ദുള്ള മൗലവി വന്നില്ല എന്നാ പറയല്. കണ്ട നിങ്ങളെ, വാസ്തവത്തിൽ മുനാഫിക്കിന്റെ സ്വഭാവങ്ങൾ ആർക്കാണുള്ളത്? ഒരുപാട് സ്റ്റേജുകളിൽ ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നിങ്ങളെ പ്രസിദ്ധീകരണങ്ങൾ എടുത്തുകൊണ്ട് അമലിലും ഇഅ്തിഖാദിലും പ്രവർത്തനത്തിലും വിശ്വാസത്തിലും നിഫാഖുള്ളവരാണ് നിങ്ങൾ. അള്ളാഹുവിനോട് മാത്രം തേടിയാൽ ഉത്തരം കിട്ടുമോ എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമാണ്. അത് കിട്ടിയാ കിട്ടിയെന്നാണ്. മഹാന്മാരോട് തേടിയാലോ കിട്ടുമെന്ന കാര്യം ഉറപ്പാണ്. ഇത് ഇഅ്തിഖാദിലുള്ള നിഫാഖാണ്.